കണ്ണാടിപ്പുഴ വിൽപ്പനയ്ക്ക്. ഡോക്ടർ കെ അഗസ്റ്റിൻ ജോസഫ്. വായന AJ മുഹമ്മദ് ഷഫീർ. ഭാഗം 1. പുറം തീരങ്ങൾ. 1. ഇടം. കാക്കക്കൂട്ടീന്ന് വീഴും കൊച്ചുകുയിൽ തേങ്ങുന്നു. എൻ്റെ ചിറകിന്നാരോ വെട്ടിക്കൊണ്ടു പോകുന്നു. ഓടലെണ്ണപ്പടവിൽ കാൽതെറ്റി വീണ കാറ്റ് നിശബ്ദം മന്ത്രിപ്പൂ നിൻ പക്ഷങ്ങൾ വളർന്നില്ല. ഇവിടമാണെന്നിടം. ജലത്തിൽ നിഴൽ വീഴ്ത്തും മരത്തിൽ കൂടുകെട്ടാൻ കരിമീൻ ചാടും ഇടം. 2. ദൈവശാസ്ത്രം. നീർമരുതും പൊന്നമ്പഴവും പൂക്കുന്നത് വസന്തങ്ങളെ ചിന്തിക്കുമ്പോഴാണ് എന്ന് അർത്ഥം വായിക്കുന്ന സംഘകാലത്തിൽ കൂടി ഏകാഗിയായ തോമസ് കടന്നുപോയിട്ടുണ്ട്. അവൻ്റെ ഏകാകിതയും പൂത്തുപോയിട്ടുണ്ട്. സംഘഗാനങ്ങളുടെ പുതിയ വീട്ടിൽ സ്വന്തം മുറി തുറക്കാൻ ശ്രമിക്കുന്നവർ വിധിയുടെ വിരൽപ്പാടു തേടുന്നു. കിതയ്ക്കുന്ന പോലീസ് നായ പോലെ വനം കാറ്റിൽ പൂത്തുലയുന്നു. ഇവിടെ ധാതുമതിയായ മണ്ണിൽ നിറമാർന്ന പ്രതികാരങ്ങൾ പോലെ ചായം തേച്ച കെട്ടിടങ്ങൾ സമൃദ്ധം. ജനൽ അഴികൾക്കിടയ്ക്ക് തലയിട്ട ഗ്രാമീണ ബാലന്മാരെ പോലെ സൗധങ്ങൾക്കിടയിൽ വൃക്ഷങ്ങൾ തലകുടുങ്ങി വിലപിക്കുമ്പോൾ ദൈവശാസ്ത്രം വൃക്ഷങ്ങളിൽ വിളയുന്ന ഫലങ്ങളാലും ചുറ്റുന്ന സർപ്പങ്ങളാലും പ്രപഞ്ചവായനാനുഭവങ്ങളെ തകർത്തു കളയുന്നത് കണ്ട് തോമസ് കണ്ണാടിപ്പുഴയിൽ ചെന്ന് നിത്യവും മുഖം നോക്കി. അങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിൽ കൂടി ആർദ്രബോധങ്ങളുടെ പ്രാണസഞ്ചാരങ്ങളെ ചുരണ്ടുന്ന അനേകം ദൈവശാസ്ത്രങ്ങൾ യന്ത്രങ്ങളെപ്പോലെ കടന്നു വന്നത്. അവൻ ചുമടുതാങ്ങികളിൽ അഭയം കണ്ടത്. സൃഷ്ടിയുടെ മകുടം തേനീച്ചയത്രേ എന്ന് പിന്നീട് എപ്പോഴോ അവന് തോന്നി. തെളിഞ്ഞ വ്യക്തി, കറതീർന്ന സമൂഹം. അപ്പോൾ പഴയ ദൈവങ്ങൾ പുഴയ്ക്കും അപ്പുറത്ത് പട്ടിണി കിടന്ന് ക്ഷീണിക്കുന്നു. ചെകുത്താൻ പ്രസവാവധിയിൽ മുണ്ടിനീര് വന്ന് മരിച്ചു മായുന്നു. വനങ്ങളുടെ കിതപ്പുമേന്തി തോമസ് പുഴയ്ക്കരികിൽ വന്ന് ഇരിക്കുന്നു. വിഡ്ഢികൾ നിത്യം ദൈവങ്ങളെക്കുറിച്ച് കവിത എഴുതുന്നു. ദൈവങ്ങൾ കവിതയുടെ വിഡ്ഢിത്തമത്രേ എന്ന അർത്ഥം വായിക്കുന്ന സംഘത്തിൽ കൂടി ഏകാഗിയായ പ്രാണൻ ശ്വസിച്ചു നീങ്ങുന്നു. പോലീസിനെ പേടിച്ച് ദൂരെ എറിഞ്ഞ സിഗരറ്റ് കുറ്റി രാജപാദമെഴുകിയ ടാറിന് തീ പിടിപ്പിക്കുന്നു. രാജധാനി മുഴുവൻ തീ നിറയുന്നു. 3. കച്ചവടക്കാർ. 3 കൂടിയ വഴിയിലെ ഗണപതി അമ്പലത്തിന് ഇടതുവശത്താണ് ബലരാമന്റെ പലചരക്കുകട. ലാഭത്തിന് വിൽക്കാൻ വെച്ച ഒരു വസ്തുവിനെ പോലെ അവൻ ഇരുന്നു. വലതുകാലിൽ വാദപ്പൊട്ടിനുള്ള ചുറ്റിക്കെട്ട് പൊതികളിലെ അലങ്കാര ചുറ്റുപോലെ മുഷിഞ്ഞു കിടന്നു. ബീഡിപ്പൊതി നീട്ടുമ്പോൾ അവൻ പറഞ്ഞു, 2 വച്ചാൽ 4 എന്നുള്ളത് പഴയ ഒരു കള്ളക്കളി. ഞാൻ അതിനില്ല. 4 വിൽക്കും, 2 ലാഭമുണ്ടാക്കും, അത്ര തന്നെ. ഞാൻ ചോദിച്ചു, അപ്പോൾ വാദപ്പൊട്ടോ? അവൻ പറഞ്ഞു, വാദം ഇല്ല എങ്കിലും പൊട്ട് ഉണ്ടാകാമല്ലോ. പൊട്ട് ഇല്ല എങ്കിലും വാദം ഉണ്ടാകാമല്ലോ. ഞാൻ ഒന്നും പറഞ്ഞില്ല. കാരണം പ്രഭാതം മുതൽ പ്രഭാതം വരെ പുഴു തിന്നിട്ടും തീരാത്ത മൈദ പോലെ മൂലയിലെ ചാക്കുകെട്ടിൽ ഇരിക്കുന്നത് അവൻ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് പോലും രസിക്കില്ല. കൂടാതെ കണ്ണാടിപ്പുഴയിലെ ക്ഷുരകന്റെ മകനെ മൈദ എന്ന് വിളിച്ചാൽ ശരിയാകില്ല.
മഹാഭാരതത്തിലെ ഒരു ക്ഷുരകൻ വനവാസി ആയ കാര്യം ഓർത്തു നിൽക്കെ വടക്കുവശത്തെ ആൽച്ചുവട്ടിൽ നിന്ന് രാജശേഖരൻ കൈ ഉയർത്തി കാണിക്കുന്നു. വിയർപ്പുനാറ്റത്തെക്കുറിച്ച് സദാകാലവും ആകുലപ്പെട്ടിരുന്നവൻ, മണ്ണും വെള്ളവും ഒരേപോലെ ലഹരി തരും എന്ന് കരുതിയവൻ, മണ്ണായ മണ്ണൊക്കെ കൊണ്ട് ഇഷ്ടിക ചുട്ട് തൊടി നിറച്ചാൽ കച്ചവടം തെഴുക്കുമെന്ന് അവൻ കണ്ടിരുന്നു. സർക്കാരിന്റെ പുരോഹിതൻ അമ്പലക്കമ്മിറ്റിയുടെ വേഷത്തിൽ അവന്റെ കാവടിപ്പെട്ടി കവരുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഞാൻ എന്തു മിണ്ടാൻ? സ്വന്തം കീശയിൽ നിന്നും ഒരാൾ വിഷക്കുപ്പി പുറത്തെടുത്ത് ഓമനിച്ച്, ഇത് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും പ്രിയതരർ ആയ മക്കൾക്കും വേണ്ടി എന്ന് ജപിക്കുമ്പോൾ ഞാൻ എന്താണ് പറയുക? എന്ത് കഷ്ടമാണ്! പൗഡർ ടിൻ ആയിരുന്നുവെങ്കിൽ വല്ലതും പറഞ്ഞു പോയിരുന്നേനെ. പക്ഷേ സാധാരണമായ സായാഹ്നത്തിന് സയനൈഡിന്റെ അത്ര കനപ്പൊന്നുമില്ല. ഷർട്ടിന്റെ കോളർ പിന്നോട്ട് വലിച്ചിട്ട് ഖദർധാരിയായ പഴയ മാത്യു വർഗീസ്. ഖദർ അണിഞ്ഞാൽ ശരീരത്തിന് അവശ്യം വായുസേചനം കിട്ടും, അവൻ പറഞ്ഞു. ശരീരകാന്തിയെ എന്നും പരിപാലിച്ചു. അവൻ ചോദിച്ചു, നിനക്ക് അറിയുമോ, എനിക്കുമുണ്ടായിരുന്നു സ്വപ്നങ്ങൾ, ഖദറിൽ അരിച്ചു ശുദ്ധീകരിച്ചവ. ഓരോ പരീക്ഷ ജയിച്ചപ്പോഴും അവ വളർന്നു. അറേബ്യൻ മരുഭൂമിയിൽ പൈപ്പ് വെള്ളം പോലെ വിയർപ്പൊഴുക്കി ഞാൻ അവ വളർത്തി. ഐതിഹ്യങ്ങളിലെ തിളക്കമാർന്ന ഭരണികൾ തൊടികളിൽ നിറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നിട്ടെന്തു പറ്റി? അവൻ പറഞ്ഞു, മോഹിച്ച പെണ്ണിനെ കെട്ടി. അപ്പോൾ ഞാൻ അഹങ്കരിച്ചു. എൻ്റെ കുഴപ്പം മൂലമാണത്രേ അവൾ പ്രസവിക്കുകയില്ല. എൻ്റെ ഭരണികൾ ഉടഞ്ഞു തുടങ്ങി. പോക്കറ്റിൽ ദത്തെടുക്കാൻ തീരുമാനിച്ച ഒരു ഓമനക്കുഞ്ഞിൻ്റെ പടം കനത്തു. സമയം പിന്നെയും വൈകിക്കൊണ്ടേയിരുന്നു. ആൽച്ചുവട്ടിൽ കൂട്ടിയിട്ട തടികളിൽ ഏങ്കോണിച്ചു ചാരിക്കിടന്നുകൊണ്ട് തെരുവു നാടകത്തിലെ ആത്മകഥം പോലെ രാമകൃഷ്ണൻ പറഞ്ഞു, വലിയ വലിയ രാജനാമങ്ങളാണ് അച്ഛൻ എനിക്കിട്ടത്. എനിക്കു കിട്ടിയ അനുഗ്രഹമെന്ന് അച്ഛനും എനിക്കു കിട്ടിയ പ്രസാദം എന്ന് അമ്മയും തർക്കിച്ചാണ് എനിക്ക് വാത്സല്യം തന്നിരുന്നത് എന്ന് വേലക്കാരിയുടെ മൂത്ത മകൾ കാർത്തു രഹസ്യവേളകളിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം വെറുതെ. വലുതായപ്പോൾ തേനീച്ചക്കൂട്ടിലേക്ക് താഴ്ന്നിറങ്ങുന്ന പരുന്തിന്റെ ചിറകുപോലെ മണ്ണടരുകളിലേക്ക് ബുൾഡോസറിന്റെ കൈകൾ ആഴ്ത്തി ഉപജീവനം കാണാമെന്ന് പ്രകൃതി സ്നേഹിയായിരുന്നിട്ടും ഞാൻ ആഗ്രഹിച്ചു. മുളംകാടുകളും കയ്യാലകളും തകർത്ത് ഹൈവേക്ക് അരികിലെ പാറയുടെ ചുവട്ടിൽ ചങ്ങല പൊട്ടി അത് വീണു. കൗതുക വസ്തുവിൽ എന്നതുപോലെ ഭാര്യയും മക്കളും ചിലപ്പോൾ അതിൽ കയറി നോക്കാറുണ്ട്. ഞാൻ ഓർക്കുന്നത് ഇളയ മകൻ രഘുവിൻ്റെ കുട്ടിക്കാലമാണ്. അവൻ എൻ്റെ മുതുകിൽ കയറിയാണ് കുതിരസവാരി പഠിച്ചത്. സമയം പിന്നെയും വൈകിക്കൊണ്ടേയിരുന്നു. തേച്ചു വടിപോലെ ആക്കിയ ഷർട്ടും അതുപോലെ വൃത്തികെട്ട മുണ്ടുമുടുത്ത് നാരായണ ഗുരുവിന്റെ ദിവസങ്ങളിൽ അത്യാവശ്യത്തിനു വേണ്ടി തുറക്കുന്ന ബാറിന്റെ രഹസ്യവാതിലിൽ നിന്നുകൊണ്ട് ശിവശങ്കരൻ, നിനക്ക് അറിയുമോ, എനിക്കുമുണ്ടായിരുന്നു സ്വപ്നങ്ങൾ. പഠനം മുടങ്ങിയിട്ടും വളർന്നവ. ജോലി കിട്ടി, അപ്പോഴും വിവാഹം കഴിഞ്ഞു, അപ്പോഴും അവയുടെ ഘോഷം തുടർന്നു. പക്ഷേ ഒരു കുട്ടി ഉണ്ടായി, അതോടെ എല്ലാം തീർന്നു. അതെന്ത്? ഞാൻ ചോദിച്ചു. അവൻ ഒന്നും മിണ്ടിയില്ല. പോക്കറ്റിൽ നിന്നും തൊട്ടടുത്ത സ്റ്റുഡിയോയുടെ പേരുള്ള ഒരു കവർ എടുത്തു തുറന്ന് മന്ദബുദ്ധിയായ ഒരു പെൺകുഞ്ഞിന്റെ ചിത്രമെടുത്ത് പിൻവശത്ത് തുപ്പൽ തേച്ച്
എൻ്റെ പുറത്ത് ആഞ്ഞ് ഒട്ടിച്ചു വെച്ചു. മറക്കാനാകാത്ത പാപഭാരത്തിന്റെ ഫലിതം പോലെ ഞാൻ പുളഞ്ഞു. ആൾച്ചുവട്ടിൽ തെരുവു വിളക്കുകൾ ഒഴിച്ചിട്ട മൂലയിൽ അവൻ ഉണ്ടായിരുന്നു. ഹരിഹരൻ, പെരുവിരൽ വളച്ച് കൈത്തണ്ടിൽ തൊടുവിച്ച് അഭ്യാസങ്ങൾ കാട്ടിയിരുന്നവൻ. ഓരോ പരീക്ഷയും അഭ്യാസം പോലെ കടന്നുപോയി. എല്ലാറ്റിനും അവൻ ജയിച്ചു. ബുദ്ധിയുടെ വഴക്കം പരീക്ഷക്കടലാസിൽ കളരിമുറകൾ മെനഞ്ഞു. ഓതിരം ചാടി. കടകം മറിഞ്ഞ് നടുതല്ലി വീണുകൊണ്ട് അവൻ പറഞ്ഞു, നിനക്കറിയുമോ, ഞാൻ എല്ലാം നേടി, എല്ലാ വിജയങ്ങളും. എൻ്റെ മോൾ ഒരു കെട്ട പേരും നേടി. അതെന്ത്? ഞാൻ ചോദിച്ചു. അവൻ മിണ്ടിയില്ല. മദ്യം മോന്തുന്നതിനിടയ്ക്ക് പോക്കറ്റിൽ നിന്നും ഒരു തലക്കുറിയെടുത്ത് വെളിച്ചത്തിലേക്ക് നീട്ടിക്കാണിച്ചു. ശവമെടുപ്പ് പോലെ ആവർത്തന വിരസമായ ഒരു ചൊവ്വാദോഷം കറുത്ത മഷിയിൽ മങ്ങിപ്പടർന്നു വിതുമ്പി. ഹിന്ദുക്കളുടെ തോളിൽ ഞാൻ അന്നാണ് താടിവെച്ച കുരിശിന് ചന്ദനക്കുറി കണ്ടത്. കമ്മ്യൂണിസത്തെയും ചൊവ്വാദോഷത്തെയും ബന്ധിപ്പിക്കുന്ന യോഗം ഏത് എന്നും ഓർത്തു നടക്കെ, നടപ്പാതയുടെ അറ്റത്ത് വെച്ച് കീശയിൽ കുത്തി നിറച്ച മുറുക്കാനും മുഷിഞ്ഞ മണവും പൂശി ആരാച്ചാരുടെ ഭാഗം അഭിനയിക്കുന്ന മാധവൻ ആടുന്ന കാലുകൊണ്ട് തോളിൽ പകർന്നു ചോദിച്ചു, ചിന്തകൾ കുതിരകളെപ്പോലെ എന്ന് നിന്നോട് പറഞ്ഞ വിഡി ഏതു കാറ്റാണ്? വല്ല പൊട്ടൻ കാറ്റുമായിരിക്കും, ഞാൻ പറഞ്ഞു. ആലോചിച്ച് ചിന്തിച്ച് അവൻ പറഞ്ഞു, അക്ഷരം പഠിച്ചവന്റെ അഹന്തയിൽ നിന്റെ കാറ്റുകൾ വീശരുത്. കാറ്റു വീശാത്ത ഒരിടത്തു നിന്നുകൊണ്ട് ഞാൻ ഇലകളുടെ അക്ഷരങ്ങൾക്ക് കാതോർത്തു. ഒരു അശ്ലീല ഗാനത്തിൽ ചുവട് വെച്ച് വിമോചന മന്ത്രവും ചൊല്ലി ഇലകളിൽ കാറ്റ് ഉണരും എന്നാണ് ഞാൻ കരുതിയത്. വിഡ്ഢിത്തം എനിക്കുമാകാമല്ലോ. അതുകൊണ്ടാണ് കാറ്റിൽ പറക്കുന്ന മനുഷ്യരെ മറ്റുള്ളവർ എടുത്തു ഉയർത്തുന്നതായി സ്വപ്നം കണ്ടത്. സ്വപ്നത്തിൽ നിന്നും ഉണർന്ന് അമ്പലപ്പറമ്പിന്റെ വലതുമൂലയിൽ ഉരുകി വീഴുന്ന ഇരുട്ടിനെ കണ്ടത്. പലചരക്കു കടകളിൽ നിന്നുള്ള വെളിച്ചം ഇവിടെ വീഴുന്നില്ല. എൻ്റെ മുതുകിൽ തുപ്പലിൽ കുതിർന്ന ഒരു ചിത്രം ഉണ്ട്. അതിൻ്റെ വിൽപ്പന അസാധ്യം ആണ്. ആൾ ഒഴിഞ്ഞ ഇരുട്ടിന്റെ ഫലിതത്തിൽ സ്വയം വിൽക്കാം എന്നു വെച്ചാൽ അത് ദൈവശാസ്ത്രപരമായ നഷ്ടക്കച്ചവടമാണ്. 4. ചുമടുതാങ്ങികൾ. എനിക്ക് ദൈവശാസ്ത്രം പ്രശ്നമല്ല. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് ഞാൻ പുതിയ കണ്ണാടിയിൽ നോക്കുന്നത്. അപ്പോഴാണ് മൂക്കിന്റെ അറ്റത്തെ കറുത്ത പാട് ശ്രദ്ധയിൽപ്പെട്ടത്. അരവിന്ദാക്ഷനോട് ഞാൻ ചോദിച്ചു, അരവി, ഈ കറുത്ത പാട് എന്താണ്? വലിയ സൂക്ഷ്മ നിരീക്ഷണം നടത്തി അവൻ പറഞ്ഞു, കറുത്ത പാണ്ടിന്റെ ആരംഭമാണ്. ശരിക്കു പറഞ്ഞാൽ പേടിച്ചു പോയി. കറുത്ത പാണ്ട്, ദൈവമേ, അതും മൂക്കിന്റെ അറ്റത്ത്. അതിനു വരാൻ കണ്ട ഒരു അറ്റം. പക്ഷേ അടുത്തുള്ള ഒരു വൈദ്യൻ അത് കുഴപ്പമില്ലാത്തതാണ് എന്ന് പറഞ്ഞു. കുഴപ്പമില്ലാത്ത പാണ്ട്, കാര്യം കുഴപ്പം തന്നെ. അടയ്ക്കാമരത്തിന് കുമ്മായം പൂശുന്ന പത്രോസ് ആശാൻ പറഞ്ഞു, ഓ, ഇത്തിരി പൗഡർ അടിച്ചാൽ മതിയെന്നേ. പക്ഷേ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ ഗൗരവം മനസ്സിലായത്. ശുദ്ധ സാത്വികന്മാർക്കും അത് വരാമത്രേ. കഷ്ടം. മരുന്ന് പുരട്ടിയാൽ മുറിഞ്ഞു വീഴുന്ന അരിമ്പാറ അല്ലല്ലോ മൂക്ക്. എന്തിനധികം അരിമ്പാറ പോലും വീഴില്ല. എന്നാൽ പൗഡർ ഇടുന്ന എൻ്റെ വലിയ തത്രപ്പാട് കണ്ട് അമ്മ പറഞ്ഞു, മോനെ, മറുകിനെ മറയ്ക്കാൻ നോക്കാത്തതാണ് നല്ലത്. ഞാൻ പറഞ്ഞു, ഇത് പാണ്ടാണ് അമ്മേ, പ്രശ്നമാണ് അമ്മേ. അമ്മ പറഞ്ഞു, നീ പോടാ പൊട്ട. ഞാൻ നിനക്ക് തന്ന ആദ്യ ഉമ്മയുടെ പാടാണ് അത് എന്ന് നിന്റെ അപ്പൻ എപ്പോഴും പറയുമായിരുന്നു. കഷ്ടം. അമ്മയുടെ ഫലിത ബുദ്ധിയും പാചക കസർത്തും എനിക്കില്ലല്ലോ എന്നോർത്ത് ഞാൻ അതിശയിച്ചു പോയി.
പക്ഷേ അതിശയങ്ങൾ അധികം നീളുകയില്ല. അവയ്ക്ക് അതിനുള്ള യോഗമില്ല. കാലത്ത് ഷേവ് ചെയ്യുമ്പോൾ ഒരിറ്റു വെള്ളം കണ്ണാടിയിൽ തെറിച്ച് മൂക്കിനറ്റത്തെ പാണ്ട് മാഞ്ഞുപോയി. കണ്ണാടികൾ വരുത്തുന്ന വിനകൾ. എന്നാൽ അങ്ങനെ വിനകളിലൂടെ ചുമടുതാങ്ങികൾ മാഞ്ഞു പോകുന്നില്ല. എത്രയോ വെള്ളപ്പൊക്കങ്ങൾക്കു ശേഷവും അവ സ്മാരകങ്ങളായി ഉയർന്നു നിൽക്കുന്നു. എത്രയോ ചികിത്സകൾക്ക് ശേഷവും അപസ്മാരം കിതച്ചുകൊണ്ടേയിരിക്കുന്നു. കണ്ണാടിപ്പുഴയിൽ ആകെ ഒരു ചുമടുതാങ്ങിയേ ഉള്ളൂ. പഴയ മലയാളത്തിൽ അതിൽ കൊത്തിയിട്ടിട്ടുള്ള പേരുകളും തീയതികളും എനിക്ക് ഹൃദിസ്ഥം ആണ്. എൻ്റെ ഒരു മുത്തച്ഛൻ ജഗന്നാഥനും മുത്തശ്ശി കനകലക്ഷ്മിയും അവരുടെ കണ്ണാടിപ്പുഴയിലേക്കുള്ള വരവിൻ്റെ ഓർമ്മയ്ക്കു വേണ്ടി സ്ഥാപിച്ചതാണ് അത്. ഞാൻ തോമസ്. കണക്ക് എഴുതി ഉപജീവനം. നല്ലവണ്ണം കണക്ക് എഴുതും. നേർച്ച നേർന്നു പോയ പോലെ മദ്യം കഴിക്കും. ആഭിചാരത്തിൽ ഇതേവരെ വീഴ്ച വന്നില്ല. ഭാര്യ പണ്ടേ മരിച്ചുപോയി. 11 മാസം പ്രായമുള്ള മകനെ തൊട്ടിലിൽ ഉറക്കി നടക്കല്ല് ഇറങ്ങി മുറ്റത്ത് അവൾ പൊടിഞ്ഞ് ആഴ്ന്നു. സുന്ദരി, നല്ല ശീലം മാത്രം ഉള്ളവൾ, വിദ്യാസമ്പന്ന, പാചക വിദഗ്ധ, മാതാവിൻ്റെ വലിയ ഭക്ത, എപ്പോഴും നൊവേനയും പ്രാർത്ഥനയും. എന്നിട്ടും മേഴ്സിയെ ഞാൻ കൊന്നതേ അല്ല. മഞ്ഞപ്പിത്തം അടിമുടി ചായം ചാലിച്ച് നിറങ്ങളിൽ അവൾ അലിഞ്ഞ് മറഞ്ഞു. സ്ത്രീധനപ്പണം ലാഭിക്കാൻ വേണ്ടി തോമസ് അവളെ ചികിത്സിക്കാതെ കൊന്നു. ഭാര്യ വീട്ടുകാർ കേസ് കൊടുത്തു. പോലീസും കോടതിയും നാട്ടുകാരും അതുതന്നെ പറഞ്ഞു. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ തിരിഞ്ഞ് ഓടും വഴി ഗണപതി ക്ഷേത്രമതിൽ തകർത്ത ലോറിക്കടിയിലെ വിഘ്നത്തിൽ 2 കാലും ഒരു വാരിയെല്ലും ഒടിഞ്ഞു. വിറ്റും പെറുക്കിയും സ്വരൂപിച്ച് ഉണ്ടായിരുന്നതൊക്കെ ചികിത്സയിൽ ഇട്ടു. വണ്ടി ഇടിച്ചാൽ കാശു കിട്ടും എന്ന് അന്ന് കേട്ടത് ശരിയായിരുന്നു. പേടിക്കാനില്ല. അപകടം പോലും സമ്പാദ്യം. പക്ഷേ യോഗം വേണം. യോഗമുണ്ടല്ലോ. 4 ലക്ഷത്തോളം രൂപ കിട്ടി. അല്പം ഇനി ബാങ്കിലുണ്ട്. ഏറെയും കൂട്ടുകാർ പറ്റിച്ചു. കൂട്ടുകാരല്ലേ, അവരിൽ നിന്ന് ആർക്കും രക്ഷയില്ലല്ലോ. കൂട്ടുകാരെ നാം തിരഞ്ഞെടുക്കുന്നില്ല. തിരഞ്ഞെടുപ്പിനും അതീതമായി നാം മറ്റു പലർക്കും കൂട്ടുകാരായിത്തീരുന്നു. ഉപരിതലത്തിൽ നിറം ചൂടുന്ന സൗഹൃദം കുടമാറ്റം നടത്തുന്നത് പോലും ചങ്ങലയിട്ട ആത്മാവിൻ്റെ മുതുകത്ത് ആണ്. വർണ്ണവിന്യാസങ്ങളുടെ കടുത്ത സൗന്ദര്യ സ്ക്രൂ പിരിഞ്ഞു പിരിഞ്ഞു കയറുന്നത് ഉറച്ച അസ്തിത്വത്തിൻ്റെ എല്ലിൽ ആണ്. നീതി എന്നത് വിഡ്ഢിപ്പാട്ടിന് താളം ആണ്. മൂല്യം എന്നത് മൂലയിൽ വയ്ക്കും വടിയാണ്. ഉപകാരം ചെയ്താൽ കൂലി ഊതൽ ആണ്. ചെറിയ തൊങ്കലും നിരന്തരമായ നെഞ്ചുവേദനയുമാണ് മറ്റു സമ്പാദ്യങ്ങൾ. കഴിഞ്ഞ ഒരു ദിവസം 2 കന്യാസ്ത്രീകൾ വീട്ടിൽ വന്ന് എന്നെ ഉപദേശിച്ചു. ചുരുക്കം ഇത് ആയിരുന്നു: മദ്യം കഴിക്കരുത്, അത് പിശാചാണ്, തിന്മകളുടെ അമ്മയാണ്. അപ്പോഴും അല്പം കഴിച്ചിരുന്നു. അതിനാൽ അവരോട് വൈരാഗ്യമൊന്നും തോന്നിയേയില്ല. സ്വഭാവങ്ങൾ. മദ്യം അകത്തു ചെല്ലുമ്പോൾ തലയിലെ കെട്ടുകൾ അഴിയുന്നത് എങ്ങനെ എന്ന് അറിയാൻ ഇടകിട്ടാത്ത ഭാഗ്യഹീനകൾ.
കുർബാന സ്വീകരിക്കാൻ മാത്രം അറിയാം. എനിക്ക് സഹതാപം തോന്നി. അത് ചീത്തയാണ് എന്നറിയാം. പക്ഷേ മദ്യപാനം നിർത്തിയാൽ എല്ലാത്തരം രോഗങ്ങളും മാറുമെന്നും അവസാനം ദൈവത്തിരുമുൻപിൽ ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ, ഒറ്റയ്ക്ക് ദൈവമുമ്പിൽ തിരിയുമ്പോൾ പേടി തോന്നില്ല എന്നും ഒക്കെ പറഞ്ഞാൽ സഹതപിച്ചു പോകാതെ എന്തു ചെയ്യും? പിന്നെ പറയുന്നു ഭാര്യയും കുട്ടികളുമൊക്കെയായി ഉള്ള ബന്ധം ശിഥിലമാകും എന്ന്. കഷ്ടം. വലിയ പറമ്പിലെ സച്ചിദാനന്ദന്റെ ഭാര്യ ലീലാമണി 8 വർഷം മുൻപ് മരുന്നു കമ്പനിക്കാരന്റെ കൂടെ ഒളിച്ചോടിയതും കുട്ടിയെങ്കിലും വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് സച്ചിദാനന്ദൻ കോടതി കയറിയതും അവൻ ഡോക്ടർ ആയതുകൊണ്ടോ പേര് സച്ചിദാനന്ദൻ എന്ന് ആയതുകൊണ്ടോ മദ്യപാനി ആയതുകൊണ്ടോ ആയിരുന്നില്ല. എനിക്ക് സച്ചിദാനന്ദനെ അറിയാം. അവൻ മദ്യം കഴിച്ചേയില്ല, പുകവലിച്ചേയില്ല, നുണ പറയാൻ പോലും അശക്തൻ. എൻ്റെ ചെറുപ്പത്തിൽ അയൽ വീട്ടിൽ മദ്യപാനത്തിൻ്റെ ആഘോഷം കണ്ടിട്ടുണ്ട്. കുട്ടികളില്ലാത്ത വിഷമം തീർക്കാൻ പൊറിഞ്ചു എന്നും കുടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. ആദ്യമൊക്കെ കർമ്മലി വഴക്കിട്ട് നോക്കി. പിന്നെ പിന്നെ പൊറിഞ്ചു വരുമ്പോൾ കർമ്മലിക്കും ഒരു കുപ്പി വീതം കരുതി. വീടിൻ്റെ കോലായിൽ ഇരുന്ന് മദ്യം കഴിച്ച് അവർ നടത്തി വന്ന വെടിപറച്ചിൽ അയൽക്കാർക്ക് വിഷമമാണെന്ന് പറഞ്ഞ എൻ്റെ അപ്പൻ്റെ നേർക്ക് അവർ തട്ടിക്കയറി. പോരാത്തതിന് സന്മാർഗവാദി എന്ന് വിളിക്കാൻ പാടില്ലാത്തതും വിളിച്ചു. പക്ഷേ മരം വെട്ടുകാരൻ ചാരായം കുടിച്ച് ആടി ആടി തെറിപ്പാട്ട് പാടിപ്പോയപ്പോൾ കർമ്മലി ചോദിച്ചുപോയി, ഭാസ്കര, ചുറ്റുപാട് നോക്കണ്ടേ? ഭാസ്കരൻ പറഞ്ഞു, ഹോ, ചുറ്റുപാടുമൊക്കെ എനിക്ക് രോമ. എന്തിനധികം, അവസാനം വിറ്റുപെറുക്കി അവർ ആനമലയ്ക്ക് കുടികയറി. ഇപ്പോൾ മരിച്ചിട്ടുണ്ടാകും. ആർക്കറിയാം? എനിക്ക് അറിയാം. അവ്യക്തവും ദുരൂഹവും ജഡിലവും ആയ വിധിയുടെ വഴികളിൽ കൂടെ അവർ ഒരുമിച്ച് തുഴയുക ആയിരുന്നു എന്ന്. വിശ്വസിച്ച ദൈവത്തിൻ്റെ മൗഢ്യത്തിനു വേണ്ടി ഒരു അനുഷ്ഠാനത്തിൻ്റെ വൃത്തികെട്ട സഹതാപം പൊലിക്കുക ആയിരുന്നുവെന്ന്. അവരുടെ തെറികൾ ആണ് ഞാൻ ആദ്യം കേട്ടവ. പക്ഷേ ആ കവചം ഞാൻ അണിഞ്ഞിട്ടേയില്ല. കാരണം അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ എനിക്ക് അത് ലഭിച്ചില്ല. അവർ തെറിയാൽ ശുഷ്കമാക്കപ്പെട്ടവർ, തെറി പറയുന്നവർക്ക് ബഹുമാന്യർ, കോളേജിൽ അധ്യാപകർ. എന്നാൽ അപ്പൻ കണ്ണാടിപ്പുഴയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. കമ്മ്യൂണിസ്റ്റിനെ കാണിക്കാൻ ഇറച്ചിവെട്ടുകാരൻ ഔദോ തുണി പൊക്കി കാണിച്ചു. കയ്യിൽ വാക്കത്തിയും ഉണ്ടായിരുന്നു. അന്ന് അപ്പൻ ഓടിപ്പോയില്ല എന്നും വാക്കത്തി വാങ്ങി വലിച്ചെറിഞ്ഞു എന്നും അപ്പൻ്റെ ആദ്യകാല കൂട്ടുകാരൻ തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എല്ലാം അറിഞ്ഞു. അപ്പോൾ പാവം തോന്നുന്നു. കണ്ണാടിപ്പുഴ രാജാവിൻ്റെ കയ്യിൽ നിന്നും പട്ടും വളയും വാങ്ങിയ വൈദ്യരുടെ 12 മക്കളിൽ ഭാഗ്യസ്ഥാനീയൻ. അന്നത്തെ കാലത്ത് അതുതന്നെ ഭാഗ്യം. ഭാഗ്യത്തിനും കാലങ്ങൾ ഉണ്ട്. അതെല്ലാം നിൽക്കട്ടെ, കാര്യത്തിലേക്ക് വരാം. 2 അടി നീളമുള്ള മരക്കുരിശും 2 ഇഞ്ച് നീളം ഉള്ള ഓട്ടുമണിയും ഏന്തി പ്രേതസഞ്ചാരം ഉണ്ട് എന്ന് നാട്ടുകാർക്ക് തോന്നുന്ന സ്ഥലങ്ങളിൽ ഓരോ ഇടത്തും ചെന്ന് രാത്രി തൊള്ള തുറക്കുന്ന കൂട്ടുകാരെ ഓർത്ത് അവൻ ഒറ്റക്കു നിന്നു ചിരിച്ചു. അന്നത്തെ കാലങ്ങളും അങ്ങനെ ആയിരുന്നു. ഇന്നത്തെ കാലങ്ങൾ പോലെ തന്നെ. കാര്യം അറിയാതെ ചിരിക്കുന്നവരുടെ കാലം. വൈദ്യരുടെ ആദ്യത്തെ മക്കളൊക്കെ പെട്ടെന്നു മരിച്ചു. രണ്ടാമത്തവൻ ഒഴികെ. അവൻ വർക്കി. അപ്പനെപ്പോലെ വിദഗ്ധ വൈദ്യൻ. ഒരു പെസഹ വ്യാഴാഴ്ച ഉച്ച മുതൽ മദ്യപാനം തകർത്തു.
ആടി ആടി വന്നു. വഴിയിൽ വെച്ച് പാമ്പു കടിച്ചു. കൂട്ടുകാരൻ മുറവിളി കൂട്ടുമ്പോൾ വർക്കി പാമ്പിനെ തിരിച്ചു ചവിട്ടുന്നു. നീ എന്നെ കടിക്കുമോടാ പാമ്പേ എന്നും ചോദിച്ചുകൊണ്ട്. അതിൻ്റെ ചുരുക്കം ഇതാണ്: നല്ല കടി 4. കോൽ എടുക്കും മുൻപേ പാമ്പു ചത്ത പഴംചൊല്ലിൽ തൂങ്ങിയാടി വർക്കി മഞ്ചലിൽ വീട്ടിൽ എത്തി. അവന് അപ്പോഴും നല്ല ബോധം ഉണ്ടായിരുന്നു. എത്ര കുടിച്ചാലും ശമിക്കാത്ത ബോധം. നമ്പൂതിരി കൂട്ടുകാരൻ പറഞ്ഞു, എത്ര പാടുകഴിച്ച മനുഷ്യന്മാർ ബോധമുണ്ടാക്കാൻ പരിശ്രമിക്കുക. എത്ര തുക മുടക്കിയ ആ ബോധം പോകാൻ മദ്യം വാങ്ങിക്കഴിക്കുക. കഷ്ടം, കഷ്ടം. വർക്കിയുടെ ബോധം പോയില്ല. വർക്കിക്ക് പേടിയും വന്നില്ല. അവൻ പല്ലുകൾ കടിച്ചു പിടിച്ചു. പീന്നാറി വേരു കഷായം വെച്ചു കുടിച്ചു. പിറ്റേന്ന് ദുഃഖവെള്ളി. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച അപ്പനും അമ്മയും വന്ന ശേഷം സൂര്യൻ ഉദിച്ച് 7 നാഴിക പുലർന്നു. രോമകൂപങ്ങളിൽ രക്തം മുട്ടിത്തുടങ്ങി. കഷ്ടം, അല്ല ഭാഗ്യം. മാധുവുണ്ട് വരുന്നു. 2ാം ലോക മഹായുദ്ധം മുഴുവൻ തകർത്തുവാരി ചോറ്റുപട്ടാളത്തിൽ നിന്നും വിരമിച്ച ആദി കമ്മ്യൂണിസ്റ്റ്. എൻ്റെ അപ്പൻ ആകാൻ പോകുന്നവൻ. മടിയിൽ തലവെച്ച് വർക്കി പറഞ്ഞു, മാത്തച്ച, എൻ്റെ മക്കളെ നോക്കിക്കൊള്ളണം. വർക്കി കണ്ണടച്ചു. അത് മറ്റൊരു സത്യം. ദുഃഖവെള്ളി ദിവസം കണ്ണടച്ചാൽ ക്രിസ്ത്യാനികൾ സ്വർഗത്തിലേ ഉണരൂ. വർക്കിയും സ്വർഗത്തിൽ പോയി. വർക്കിയുടെ മക്കളെ മാത്തച്ഛൻ ഏറ്റു. മന്ദബുദ്ധിക്ക് മരുന്നുണ്ട്, മണ്ടത്തരത്തിന് മരുന്നില്ല. ഇത് മണ്ടത്തരമല്ല, ബുദ്ധിയല്ല. അപ്പൻ്റെ കഥകൾ അറിഞ്ഞപ്പോൾ പാവം തോന്നുന്നു എന്ന് പറയാൻ കാരണം പ്രത്യേകിച്ച് മറ്റു കാരണങ്ങൾ ഒന്നുമല്ല. വർക്കിക്ക് മക്കൾ 5, ഇളയതിന് 1.5. പറമ്പിൽ കപ്പ കുത്തി കിട്ടിയ തുകയും പട്ടാള സമ്പാദ്യവും ചേർത്ത് മാത്യു ചേട്ടൻ്റെ മക്കൾക്ക് പുതിയ വീട് വാങ്ങി. പാലുകാച്ചൽ ചടങ്ങു കഴിഞ്ഞ് കടവിന് അപ്പുറം മെഷീനറി സ്ഥാപിച്ച വലിയ കോളേജിൽ അധ്യാപകനായി ആദി കമ്മ്യൂണിസ്റ്റ് പ്രേക്ഷിത വേല ആരംഭിച്ചു. പിന്നെയും 2 കൊല്ലം കഴിഞ്ഞ് അന്ന അതേ കോളേജിൽ വന്നു. അപ്പാപ്പൻ അന്നയെയും കൊണ്ട് തീവണ്ടിയിൽ വന്ന് ഇറങ്ങി. ബാക്കി വഴി മുഴുവൻ നടന്ന് മോളെ ചേർക്കാൻ എത്തി. അന്ന് കണ്ണാടിപ്പുഴയിൽ ഒരു പള്ളിയും അതിനോട് ചേർന്ന് ഒരു പ്രൈമറി സ്കൂളും ഒരു അമ്പലവും കുറേ മാളികകളും പിന്നെ ചെറിയ ചെറിയ വീടുകളും ഉണ്ടായിരുന്നു. 3 നിലയിൽ പണിത് മച്ചിൽ ഈറ്റയുടെ ഇല നിരത്തി അതിനു മുകളിൽ ചെളി പൊത്തി മെഴുകി അപ്പൂപ്പൻ്റെ അപ്പൻ ഉണ്ടാക്കിയ വീട് പള്ളിമുറ്റത്ത് നിന്നാലും കാണാമായിരുന്നു. ഓലമേഞ്ഞ വലിയ ഒരു കൂടാരം. അതിൻ്റെ ഇറയത്തിൻ്റെ വക്കത്ത് 1.5 അടി വീതിയിൽ പാകി ഉറപ്പിച്ച തേക്കുപലകയിലിരുന്ന് രോഗികൾ ചാരുകസേരയിൽ കിടന്നിരുന്ന അപ്പൂപ്പനോട് രോഗവിവരം പറഞ്ഞു. അതിഥികൾ വരുമ്പോൾ ഇട്ടുകൊടുക്കുന്ന പുൽപ്പായയിൽ ഇരുന്ന് മാത്യുവിൻ്റെയും അന്നയുടെയും കല്യാണ നിശ്ചയം നടന്നു. 2.5 കൊല്ലത്തെ പ്രണയം പൂവണിഞ്ഞു. പിന്നെ 2 കായ്കൾ. അതിൽ ഞാൻ 2ാമൻ. ദത്തെടുത്ത 5 മക്കളുടെ കൂടെ അപ്പൻ ഞങ്ങളെയും കൈക്കൊണ്ടു. ചേട്ടന് കൊടുത്ത വാക്കു പാലിക്കണം പോലും. അന്ന അതിൽ നിരന്തരം തെറ്റിദ്ധരിച്ചു. കുട്ടികൾ ഏൽക്കുന്ന ശകാരം, റെക്കോർഡ് ബുക്കുകളിൽ കുറുകെ വീഴുന്ന വരകൾ, കറിയിൽ ഉപ്പില്ല എന്ന പരാതി, എരിവ് കൂടി എന്ന ദേഷ്യം. അന്ന തെറ്റിദ്ധരിച്ചു തീർന്നു. കലഹനാളം പുകഞ്ഞ് താഴ്ന്ന് തീർന്നു. സങ്കടം ഉണ്ട് ഒരിക്കലും പുറത്തെത്താനാകാതെ തകരുന്ന കവിത ആഴ്ന്ന് ദുരിതാർത്ഥം ആയി അർബുദക്കിടക്കയിൽ പഴകിയ തലയിണ കടിച്ചമർത്തി അർത്ഥം അറിയാത്ത സഹനത്തിൻ്റെ ശ്ലഥവിലാപം ചൂടി. അപ്പനും സങ്കടമുണ്ടാകും. മൂത്ത മകൾ കന്യാസ്ത്രീ ആയതു കണ്ട്, ഇളയവൻ പഠിക്കാതെ സതിരു കാഞ്ഞു നടക്കുന്നത് കണ്ട്, ദത്തെടുത്തവരുടെ ഒക്കെ ചുണ്ടിൽ
പരിത്യക്തഗാഥ ഉയരുന്നത് കേട്ട്. തകർന്നു വീഴുന്ന മരണത്തെ ആദ്യകാല സ്ഥിതിസമത്വവാദി വരിച്ചു. അന്ന് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. വേദമന്ത്രങ്ങളെ ഓർക്കുന്ന പഴയ അധ്യാപകൻ പോലും ആയിരുന്നില്ല. പാരമ്പര്യവാദിയും അല്ലായിരുന്നു. പച്ച മനുഷ്യനാണ് മരിക്കുന്നത്. കൊച്ചുകുട്ടികൾ ആണ് മരിക്കുന്നത്. മരണം ജീവിതത്തെ ആണ് കിള്ളുന്നത്, സംസ്കാരത്തെയോ ദർശനത്തെയോ അല്ല. വിഡ്ഢികൾ പിന്നീട് കൊണ്ടുവരുന്നത് ഇടവേള നിറയ്ക്കുവാനുള്ള അർത്ഥമാണ്. അപ്പൻ്റെ ജീവിതത്തിൻ്റെ ആകെ അർത്ഥം ഞാൻ ആണ്. എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ആകട്ടെ അപ്പൂപ്പൻ്റെ അർത്ഥമാണ് തിരയുന്നത്. ഒരു നൂറ്റാണ്ടിന് മുൻപ് അപ്പൂപ്പന് ആദ്യ പെൺകുഞ്ഞു ജനിച്ചു. 8-ാം നാൾ ആ കുഞ്ഞു മരിച്ചു. പിന്നെ വർഷം തോറും അമ്മൂമ്മ പ്രസവിച്ചു. മുയൽ പ്രസവം. 2-ാമത്തെ ആൺകുട്ടിയും 9-ാമത്തെ ആൺകുട്ടിയും പിന്നെ ഉണ്ടായ പെൺമക്കളോടൊത്ത് വളർന്നു. അതിൽ 12-ാമത്തവൾ അല്പബുദ്ധിയായിരുന്നു. 60 വയസ്സായപ്പോൾ വൈദ്യർ മദ്യപാനം തുടങ്ങി. ആദ്യം ഇലിപ്പക്കാതൽ അരിഷ്ടം കെട്ടി ആയുർവേദ വിധിപ്രകാരം കഴിച്ചു. പിന്നെ പിന്നെ കള്ളുവാറ്റി. പിന്നെ പിന്നെ പട്ടും വളയും വാറ്റി. പിന്നെ പിന്നെ ഒരു വാറ്റുപകരണം പോലെ സ്വാതന്ത്ര്യ സമരമുറകളെല്ലാം തട്ടിൻപുറത്തിന് കാണിക്കയായി. ചർക്ക തിരിയാത്തതായി. സ്വാതന്ത്ര്യമെന്നത് ഒരു തെറ്റിദ്ധാരണയായി. അപ്പൂപ്പന് 80 വയസ്സായപ്പോൾ ട്രഷറിയിൽ നിന്നും കറുപ്പ് കിട്ടിയിരുന്നു. അപ്പൻ അത് വാങ്ങാൻ തുക കൊടുത്തിരുന്നു. കഷ്ടം. പിതൃസ്നേഹത്തിന് ശമ്പളത്തിൻ്റെ 1/4 ഭാരം. സർക്കാർ കൊടുത്ത കറുപ്പിനുള്ള പെർമിറ്റ് എൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ച് ഞാൻ അപ്പൂപ്പൻ്റെ കൂടെ ആദ്യകാല ബസ് യാത്രകൾ നടത്തി. കരിവണ്ടിയിൽ ചുമ തൂകുന്ന സഞ്ചാരം. ട്രഷറിയുടെ അരികിലുണ്ടായിരുന്ന ബോട്ട് ജെട്ടി ഇന്ന് ബസ് സ്റ്റാൻഡ് ആണ്. ബോട്ടുചാൽ ഒരു ഇടവഴിയും. എത്ര പെട്ടെന്ന് എല്ലാം തിരിഞ്ഞുമറിയുന്നു. അപ്പൂപ്പനും പെട്ടെന്ന് തിരിഞ്ഞുമറിഞ്ഞു. 88 എന്നു പറയുന്നത് 1.5 പ്രഭവാദി വർഷം പോലും അല്ല. കമ്മ്യൂണിസവും വിമോചന സമരവും കാറ്റിൽ തേങ്ങി നിന്ന കാലം. അപ്പൂപ്പൻ്റെ അല്പബുദ്ധിയായ മകളും മരിച്ചു. അവളുടെ മകൾ ആണ് മാർത്ത. 5. മാർത്ത. ഒരു ബുധനാഴ്ചയാണ് അയാൾ വന്നത്. മാർത്തയ്ക്ക് ആഴ്ച അറിയില്ല. എങ്കിലും അപ്പൻ ആരാണ് എന്ന് അറിയുമായിരിക്കും. കാരണം അവൾക്ക് തിരിച്ചറിവായ ശേഷം അവൾ അയാളെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. തൻ്റെ അമ്മയെ തട്ടിയെറിഞ്ഞ് ചായക്കടക്കാരൻ്റെ മോളുടെ കൂടെ അയാൾ ഒളിച്ചുപോയി എന്ന് അന്ന് നാട്ടിൽ പരന്ന വർത്തമാനങ്ങൾ അമ്മ വീട്ടിൽ വെച്ചേ അവൾ അറിഞ്ഞു കാണും. ആർ അറിഞ്ഞു വാസ്തവം? പക്ഷേ എന്നാൽ മാർത്ത അയാളെ കണ്ടിട്ടുണ്ട്. ചായക്കടക്കാരൻ്റെ മോളും നട അടച്ച്. എന്നിട്ടും അയാൾ അവിടെ ചായ ഇട്ട്. അവസാനം വീരപുരുഷൻ വന്നത് പാവം മാർത്തയുടെ അടുത്തേക്കാണ്. ഒരു ബുധനാഴ്ചയാണ് അയാൾ വന്നത്. മാർത്ത വാതിൽ തുറന്നപ്പോൾ ഉണ്ട് പള്ളിമുറ്റത്ത് എങ്ങോ കണ്ടുമറന്ന കോലൻ മുഖമുള്ള ഒരു ആൾ. എത്രയോ വർഷങ്ങൾ. എങ്കിലും അവൾ ആളെ തിരിച്ചറിഞ്ഞു. അപ്പൻ തന്നെ. അമ്മ കെട്ടിയോൻ തന്നെ. രോമാഞ്ചകഞ്ചുകവും കുഞ്ചിയമ്മയുടെ സഞ്ചിത ഭാരങ്ങളുമൊക്കെ കവിതയിലേ ഉള്ളൂ. മാർത്ത ആണെങ്കിൽ കവിത പോയിട്ട് അക്ഷരം പോലും വായിച്ചിട്ടേ ഇല്ല. 1-ാം ക്ലാസ്സിൽ ആകെ 4 വർഷം പഠിച്ചിട്ടേ ഉള്ളൂ. പിന്തിരിഞ്ഞ് മുറിയിൽ പോയി അവൾ അന്നയോട് പറഞ്ഞു, ദേ ഒരാൾ വന്നേക്കണ്. അവൾക്ക് നല്ല ബുദ്ധിയുണ്ട്. അന്നയും
ആളെ തിരിച്ചറിയുന്നു. ഭർത്താവ് മരിച്ച അവർ ഇളയവനെ വിളിച്ചു. തോമസേ, വന്നേ. തൊങ്കി തൊങ്കി തോമസ് വരുമ്പോൾ ഉണ്ട് കഥാപുസ്തകത്തിലെ മാർത്താണ്ഡവർമ്മ. കൈ വിരിച്ചു പിടിച്ച് അവൻ എതിരേറ്റു. മാർത്ത അടുക്കളയിൽ ചെന്ന് ചായ കൂട്ടേണ്ടി വരുമോ എന്ന് പരിതപിച്ചു. അല്പനേരം തുറന്ന ജനലിൽ കൂടി വെറുതെ പുറത്തു നോക്കി നിന്നു. പിന്നെ എന്തോ ഞെട്ടിത്തിരിഞ്ഞ് രണ്ടും കൽപ്പിച്ച് ചായ ഇട്ടു. തോമസ് മാർത്താണ്ഡവർമ്മയോട് ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോ? ഉണ്ട് എന്ന് പറയുമ്പോൾ അയാൾ വിറച്ചിരുന്നു. എല്ലാവരും അയാളിൽ നിന്ന് പടിയിറങ്ങി തീർന്നിരുന്നു. ഞാൻ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. ഇറയത്തു പിടിപ്പിച്ചിരുന്ന തേക്കുപലകയുടെ സ്ഥാനത്തെ മാർബിളും മേൽക്കൂരയിലെ ചിത്രപ്പണികളും താൻ കൈവിട്ടു കളഞ്ഞ സൗഭാഗ്യം എന്നോർത്ത് ആകാം അയാൾ മനക്കണക്കിൽ വീഴുന്നത് കണ്ടുകൊണ്ട് മാർത്ത ചായ കൊണ്ടുവന്നു. അവൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്ന് തോമസ് ചിന്തിച്ചു. അവനും ചായ കുടിച്ചു. അവൻ്റെ വൃത്തിയുള്ള വശം അവനല്ലേ അറിയൂ. ചായപാത്രം തിരിച്ചു വാങ്ങാൻ നിന്ന മാർത്തയുടെ മുഖം കണ്ടപ്പോഴാണ് അവൾക്ക് എല്ലാം മനസ്സിലാകുന്നുവെന്ന് തോമസിന് മനസ്സിലാകാൻ തുടങ്ങിയത്. അവൻ്റെ അമ്മ ഇറയത്തേക്ക് ചോദിച്ചു, ചായക്കടക്കാരൻ്റെ മോളുടെ പേര് എന്തായിരുന്നു? മാർത്താണ്ഡവർമ്മ ഒന്നും മിണ്ടിയേയില്ല. വാക്കുകൾ ചരിത്രം പടിയിറങ്ങുന്ന വാദപ്പനിയിൽ തപിച്ചു വന്നു. മാധവി അല്ലേ? അടുത്ത ചോദ്യം. അയാൾ പതുക്കെ തലയാട്ടി. മകളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. മാർത്താണ്ഡവർമ്മയെ തിരിച്ചറിയാൻ വേണ്ടതിൽ കൂടുതൽ ബുദ്ധി അവൾക്കുണ്ട്. അത് തോമസിന് മനസ്സിലായി തുടങ്ങുന്നു. അവന് പേടിയായി. അവൾ വല്ല പൊട്ടത്തരവും എഴുന്നള്ളിക്കുമോ? ഇല്ല. പിന്തിരിഞ്ഞ് അടുക്കളയ്ക്ക് അപ്പുറത്തെ ചായ്പിൽ പോയി നിന്ന് നഖം തിന്ന് ഇനി എന്താണ് വേണ്ടത് എന്ന് അവൾ ആലോചിക്കുക കൂടി ചെയ്യുന്നേയില്ലായിരിക്കാം. അമ്മ മരിച്ച കാര്യം അപ്പൻ അറിഞ്ഞിരിക്കും. മാർത്ത ഓർക്കുന്നുണ്ടായിരിക്കാം. അപ്പന് ഊണ് വിളമ്പുമ്പോൾ തൻ്റെ ജീവിതത്തിനും ഒരർത്ഥമുണ്ട് എന്ന് അവൾ ചിന്തിക്കുക കൂടി ചെയ്തിരിക്കാം. പിറ്റേന്നും അതിനു പിറ്റേന്നും അവൾ ചിന്തകൾ തുടർന്നിട്ടുണ്ടാകാം. പക്ഷേ ശനിയാഴ്ച അവൾക്കും പ്രശ്നമാണ്. എല്ലാ തുണികളും അലക്കേണ്ട ദിവസം ആണ്. അപ്പൻ്റെ കൂടെ പോയ മാധവിയുടെ കൂടെ തന്നെയും ചേർത്ത് അവൾ ചിന്തിക്കുമെന്നത് തോമസിന്റെ പേടിയാകാം. ആർക്ക് അറിയാം? തോമസ് തന്നെയാണ് ഞായറാഴ്ച അവൻ്റെ വല്യപ്പൻ്റെ മോനെ വിളിച്ചുകൊണ്ട് വന്നത്. ജോസഫ് ചേട്ടൻ പറഞ്ഞു, മാർത്താണ്ഡവർമ്മേ, പോണം. ആ പെണ്ണെങ്കിലും ഇവിടെ പിഴച്ചു പോട്ടെ. മാർത്താണ്ഡവർമ്മ പടിയിറങ്ങി. അതൊക്കെ വർഷങ്ങൾക്ക് മുൻപാണ്. പിന്നെ അയാൾ വന്നതേയില്ല. അന്ന് പോകും മുൻപ് മാർത്തയ്ക്ക് സമ്മാനമായി കൊടുത്ത ഒരു 100 രൂപ നോട്ട് അവളുടെ കയ്യിലിരുന്ന് മുഷിഞ്ഞുപോയി. അപ്പൻ വന്ന ബുധനാഴ്ചയോ അപ്പൻ പോയ ബുധനാഴ്ചയോ അവൾക്ക് പ്രശ്നമല്ല. അവ്യക്തമായ തോന്നലുകൾ പോലെ, തൊഴുത്തിലെ മണത്തിൻ്റെ വ്യവച്ഛേദിക്കാനാവാത്ത നന്മ തിന്മകൾ പോലെ. ഓ, ഈ അപ്പന്മാർ എന്തിനാണ് മക്കളുടെ ദുരിത സന്തോഷങ്ങളിലേക്ക് വരുന്നത്? അറിയില്ല. കഴിഞ്ഞ ബുധനാഴ്ച വരെ മാർത്തയ്ക്ക് ഒന്നും അറിയില്ല. ബുധനാഴ്ചകൾ അനേകം കഴിഞ്ഞിട്ടും മാർത്തയ്ക്ക് അത് അറിയില്ല. അവളുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? 6. ചാക്കപ്പൻ. അപ്പൂപ്പൻ്റെ 11ാമത്തെ മകളുടെ 2ാമത്തെ ആൺതരി ആയിരുന്നു ചാക്കോ. അവൻ നെയ്ത്തുകാരൻ ആയിരുന്നു. കൂട്ടുകാർ അവനെ എട്ടുകാലി എന്ന് വിളിച്ചു. എന്തിനു കൂട്ടുകാർ? തറയുടമസ്ഥൻ പോലും
സ്വകാര്യ സംഭാഷണങ്ങളിൽ പോലും അവനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒരിക്കൽ അയാൾ ഇങ്ങനെ പറഞ്ഞു: ഇക്കുറിയും 8 കാലി വിരുതു കാണിച്ചു. സക്കറിയ ചോദിച്ചു: എങ്ങനെ? അയാൾ പറഞ്ഞു: അവനു പ്രായമാകില്ല, നെയ്ത്തുകാർ നെയ്തുകൊണ്ടേയിരിക്കും. എന്തു ചെയ്യാം? അവനും പ്രായം ചെന്നു, പ്രമേഹരോഗിയായി. നിരന്തരം അരയും 1 1/2 2 ഗുളികകൾ വീതം വിഴുങ്ങിക്കൊണ്ട് സർക്കാർ ഗ്രാഫിൽ പുരോഗതി രേഖയാക്കി ഊടും പാവും ആർന്ന് മധുരരോഗം വിടർന്നു. അവൻ നെയ്ത്തു തുടർന്നു. ഗുളികക്കാര്യം തറി ഉടമസ്ഥൻ അറിയുന്നത് ചാക്കപ്പന് ഗുളികകൾ പറ്റാതെ ആയ കാലത്താണ്. അയാൾക്കും നിരാശ വന്നു, ഇൻസുലിൻ പോലെ. വിധി വരുന്ന വഴി അതാണ്, പ്രമേഹത്തിനും തെക്കിയത്. ചാക്കപ്പൻ ഓർത്തത് സ്വന്തം അപ്പനെക്കുറിച്ചാണ്. അപ്പന് പ്രമേഹമുണ്ടായിട്ടേയില്ല. തൻ്റെ പ്രായത്തിൽ നല്ല പാറപണിക്കാരനും ആയിരുന്നു. അമ്മയെ കെട്ടിക്കൊണ്ടുവരും വഴി കാളവണ്ടിയുടെ ഗതി മുടക്കി വീണ പാറ അപ്പൻ ഒറ്റയ്ക്ക് ഉരുട്ടി നീക്കി. അത് അഭിമാനത്തോടെ പറഞ്ഞു ഞെളിയുന്ന അമ്മയെയും അവൻ ഓർത്തു. അമ്മയ്ക്കും രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല, പാരമ്പര്യത്തിൽ ആർക്കുമുണ്ടായിരുന്നില്ല. മൂത്ത ചേട്ടൻ ശ്വാസത്തിനു വേണ്ടി വലിച്ചു വലിച്ചു കഷ്ടപ്പെടുന്നത് ചെറുപ്പത്തിലേ കണ്ട അവൻ അതൊരു തമാശക്കളിയാണ് എന്നുപോലും ധരിച്ചു വശായിരുന്നു. ഒരു ദിവസം കേമനായ ഒരു ഡോക്ടർ പറഞ്ഞു: ഇത് പാറഡസ്റ്റിന്റെ അലർജിയാണ്. അന്നു മുതലാണ് ചാക്കപ്പന്റെ അമ്മ തളർന്നു തുടങ്ങിയത്. ഭർത്താവിന്റെ കരുത്തിനെ പോലും അവർ സംശയിച്ചു. വൈദ്യനായ അപ്പനെ വെറുക്കാൻ ശ്രമിച്ചു. കൊടിയ ആസ്മ പോലും 6 മാസം കൊണ്ട് ഭേദമാക്കിയിരുന്ന തോമാ വൈദ്യൻ ഒരു വിഡ്ഢിയായി പിന്തള്ളപ്പെട്ടു. ഓർമ്മകളുടെയും പിടച്ചിലുകളുടെയും മധ്യേ പുതിയ വഴികൾ ഉണ്ടാകുന്നതോ പുതിയ വണ്ടികൾ ഇരമ്പിപ്പായുന്നതോ ചാക്കപ്പന്റെ അമ്മ അറിഞ്ഞില്ല. അവർ അതിനു മുൻപേ മരിച്ചുപോയി. പഴയ കാലം പോയി മറഞ്ഞു. കാലം ഒരു വെറും തോന്നലാണ് എന്ന നവീന സിദ്ധാന്ത സംബന്ധിയാണ് എന്നു തോന്നുന്നു. ഒരു ദിവസം ഇളയ മകൻ പ്രബന്ധം അവതരിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ ചാക്കോ വേദന പെരുകി വയറു തകർന്നു കരയുന്നു. എന്താ ഡാഡി? മകൻ ചോദിച്ചു. അമ്മ അടുപ്പിൽ തലപൂഴ്ത്തി നിന്നു. ചാക്കപ്പൻ ഞരങ്ങുകയും മൂളുകയും ചെയ്തു. ഓ, ഒന്നുമില്ല, സാരമില്ല. പക്ഷേ മകൻ ചാക്കപ്പന്റെ പെങ്ങൾ ആൻറ്റിയെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, ആൻറ്റി നാളെ തന്നെ വരണം. കന്യാസ്ത്രീയായ ആൻറ്റി ഓടി വന്നു. ദൈവശാസ്ത്രം അവർക്കും പ്രശ്നമത്രേ. വീട്ടിൽ വന്ന് 2 ഉപദേശം മൂത്രം പോലെ വിതറി അവൾ നിന്നു. അപ്പൻ പണിയെടുത്ത പാറമട പോലെ സ്കൂളിലേക്കുള്ള വഴികളും കൂട്ടുകാരും പ്രണയം പറയാൻ ധൈര്യം കാണിച്ച മറുജാതിക്കാരൻ രമേഷും തകർന്നുടയുന്ന ശബ്ദത്തിൽ ടോണി TV ഓൺ ചെയ്തു. കന്യാസ്ത്രീ അമ്മ തളർന്നു. അവളുടെ നിത്യകുംഭസാരങ്ങളിൽ തകർന്ന ഒരു തറിയും നെയ്ത്തുവേലയും പിരിഞ്ഞു ചേർന്നു. അവളുടെ ദൈവശാസ്ത്രത്തിൽ കൂടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ക്രിസ്ത്യാനികളും തോക്കെടുത്ത് പാറാവു നടത്തി. തോക്കിൻ തുമ്പത്ത് ഉന്നം ശരിയാക്കാൻ അധിനിവേശങ്ങൾ ഉറപ്പിച്ച കുരിശിൽ സൂര്യൻ ഉദിക്കുന്നത് കണ്ടു രസിച്ച് പാടവരമ്പത്ത് ഒരു സ്കൂൾ വിദ്യാർത്ഥിനി ചിരിച്ചുകൊണ്ടു നിന്നു. ഇന്ന് അവൾ കരയുന്നു. നെയ്ത്തുകാരുടെ ഇഴകൾ ആണ് അവളുടെ ദൈവശാസ്ത്രം. ശാസ്ത്രത്തിന്റെ വേലിക്കെട്ടിന് പുറത്ത് പിടയ്ക്കുന്ന ദൈവത്തെ കാണാൻ കരുത്തില്ലാതെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ അവൾ കുടിയിറങ്ങി. അവൾ തോമസിന്റെ പെങ്ങൾ ആണ്. ചാക്കപ്പൻ നെയ്ത്തുകാരനാണ്. നെയ്യുന്ന ജീവിതം ഓരോന്നും വലയാണ് എന്നറിഞ്ഞ് ബോധ്യത്തിൽ എത്തി. അപ്പോഴേക്കും
ചർക്കകൾ നിശ്ചലമായി കഴിഞ്ഞു. അവനെ പ്രമേഹം ബാധിച്ചു. ഷോക്കേസിൽ ഇൻസുലിൻ കുപ്പികൾ കൊണ്ട് അവൻ വൃഥാവിൽ നെയ്ത വലയ്ക്കുള്ളിൽ സ്വന്തം അപ്പാപ്പന്റെ കഷായവിദ്യ പിടയ്ക്കുന്ന സ്വകാര്യ മീനുകൾ ആയി. അപ്പോഴേക്കും അപ്പന് ഇല്ലാതിരുന്ന പാരമ്പര്യ രോഗങ്ങളെപ്പറ്റി അവൻ മകനോട് പറഞ്ഞു തുടങ്ങിയിരുന്നു. കാലങ്ങൾ ആകെ മാറിപ്പോയിരുന്നു. ടോണിയുടെ പ്രശ്നം കാലം എന്ന വിഷയം ആണ്. അവന്റെ സെമിനാറുകൾ പ്രശസ്തമാണ്. അവന് കാര്യഗൗരവം ഇല്ല എന്നു ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന കന്യാസ്ത്രീ ആന്റി എന്താണ് അവളുടെ ജീവിതം കൊണ്ട് ചെയ്യുന്നത്? ചാക്കപ്പൻ എന്തിനാണ് നെയ്തു കൂട്ടിയത്? 7. ക്ലാര. അപ്പൂപ്പന്റെ 10ാമത്തെ മകളുടെ ഏക മകൾ ആയിരുന്നു ക്ലാര. പ്രസവത്തോടെ അമ്മ മരിച്ചു. ക്ലാര നല്ലവൾ ആയിരുന്നു, എല്ലുവരെ സുന്ദരിയും. ശവം എടുപ്പിന് ഇടയ്ക്ക് മുഴങ്ങുന്ന കല്യാണമണി പോലെ ജീവിത നിർഭര. അത്രയും വലിയ കണ്ണുകൾ മറ്റാർക്കും തോമസ് കണ്ടിരുന്നില്ല. അവന് അറിയാം, അവളുടെ കണ്ണുകൾ നന്മ ആയിരുന്നു. പ്രാചീന ദേശങ്ങളുടെ വർണ്ണം പോലെ. ആധുനികതയുടെ ആഘോഷത്തിൽ വിമോചന മാർഗത്തിൽ എത്താത്ത സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ നഖത്തിന്റെ ഇടയിൽ കരുതുന്ന ഒടിച്ച ബ്ലേഡ് കഷ്ണം പോലെ. കാൽപാദം പോലും മൂടുന്ന പാവാടയെ അവൾ ധരിച്ചിരുന്നുള്ളൂ. അപ്പൂപ്പൻ പിറന്നാൾ സമ്മാനമായി കൊടുത്ത പാദസരം കാണാൻ തോമസ് അത് പലപ്പോഴും പൊക്കി നോക്കിയിട്ടുണ്ട്. പുറത്ത് ആരും ആ പാദസരം കണ്ടിട്ടേയില്ല. അതു നിൽക്കട്ടെ, ഇന്ന് അവളുടെ മുഖം എനിക്ക് ഓർത്തെടുക്കാനാകുന്നില്ല. കത്തി നിൽക്കുന്ന 2 കണ്ണുകളുടെ പേടിപ്പെടുത്തുന്ന നന്മയാണ് അവൾ. അലങ്കാരങ്ങളുടെ വൃത്തികെട്ട മറുകരകളിലേക്കുള്ള തുഴകളിൽ അവസാനം പിടിക്കുന്ന കൈകളാണ് അവൾ. അവളെ ഞാനിപ്പോൾ ഓർത്തത് രഘുവംശ സുദക്ഷിണയെ ഓർത്തതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം വിജയകൃഷ്ണൻ മേലെ വീട്ടിലെ വിധവയായ സുദക്ഷിണയെപ്പറ്റി പറഞ്ഞതുകൊണ്ടാണ്. കഴുക്കോല് പോലും കത്തിച്ചു തീർത്ത ഒരു ക്രിസ്ത്യാനി തറവാട്ടിലാണ് ക്ലാര പിറന്നു വീണത്. ഭൂനിയമം നടപ്പിൽ വരും മുൻപേ അവളുടെ മുത്തപ്പൻ മരിച്ചു. അപ്പൻ മുളകീറി മുറിഞ്ഞ കൈകൊണ്ട് അവളുടെ ജീവിതം നെയ്തു. അവൾ പഠിക്കാൻ മിടുക്കി. അപ്പൂപ്പന്റെ അതേ ബുദ്ധി. ബ്രഹ്മിനീരിന്റെ വിവേകപ്പച്ച. തെളിഞ്ഞ കഷായങ്ങളിലെ മേമ്പൊടി. പത്താന്തരം കഴിഞ്ഞ് ടൈപ്പൊക്കെ പഠിച്ച് ക്ലാര നല്ല സ്റ്റെനോഗ്രാഫറായി. ടൈപ്പ് റൈറ്ററിൽ പനമ്പ് നെയ്തു. ആദ്യ ശമ്പള ദിവസം മുതൽ കുര്യൻ പനമ്പ് നെയ്ത്തു നിർത്തി വിശ്രമം നെയ്തു. 8 മാസമേ ക്ലാര നെയ്ത്തു തുടർന്നുള്ളൂ. ബോംബെ നഗരത്തിലെ ഏതോ ബ്രിട്ടീഷ് കമ്പനിയിൽ ജോലിയുള്ള അലക്സ് അവളെ ചേർത്തു ജീവിതം നെയ്തു. അവർ ഒരുമിച്ച് മധുവിധു നെയ്തു. 7 ചന്ദ്രമാസങ്ങൾ. എണ്ണങ്ങൾക്ക് അതീതയായി അവൾ ഒറ്റയ്ക്ക് തിരിച്ചു വന്നു. അളികൾ അകന്നകന്ന് മുറിഞ്ഞ് സമ്പാദ്യങ്ങൾ താഴേക്കു ചോർന്നു തീർന്ന് പനമ്പു കച്ചവടം നഷ്ടത്തിലായി. അലക്സ് മരിച്ചത് പട്ടിണി കൊണ്ടോ പ്രകൃതിക്ഷോഭം കൊണ്ടോ ആയുധം കൊണ്ടോ അല്ലായിരുന്നു. വെറും രോഗം കൊണ്ട്. മുഖം നോക്കിയല്ല രോഗം വരുന്നത്. കള്ളനാണയം തകർത്ത ആഘോഷങ്ങളുടെ തറ പറ്റിക്കുന്ന വിനിമയങ്ങൾക്കിടയിൽ കുറെ കരച്ചിൽ, കുറെ പ്രാർത്ഥന, കുറെ നൊവേന. ക്ലാര വീണ്ടും ടൈപ്പിസ്റ്റായി. നെയ്ത്തുവേല യന്ത്രം കൊണ്ട് തുടർന്നു. പുതിയ ഓഫീസർ വേണുനാഥലോലൻ കാതിൽ അവനെ ഊതി തുടങ്ങി. നാദം പിശകാണ് എന്ന് അവൾ അറിഞ്ഞു. വികാരി അച്ഛന്റെ ഉപദേശത്തിന് പല കമ്പനികളുടെ സ്പ്രേ അടിച്ച നാറ്റം.
എന്തു ചെയ്യാം, അപ്പൻ മരിച്ചിരുന്നു, അമ്മ ജീവിച്ചിട്ടേയില്ല. കഷ്ടം. നാട്ടുകാരുടെ പെരുന്നാൾ ആഘോഷം പാറി. വികാരി അച്ഛൻ കുർബാന തുടർന്നു. അല്പം തുണി ചുറ്റിയ പടക്കം പോലെ ഓഫീസറുടെ ഭാര്യ പൊട്ടിത്തെറിച്ചു. അപ്പോഴും എനിക്ക് ക്ലാരയെ അറിയാമായിരുന്നു. കുത്തുന്ന സൂചിയുടെ മുന, ബ്ലേഡ് കൊണ്ടുള്ള നഖക്ഷാത്രം, കണ്ണുകൾ പോലെ 2 തുള്ളി ജീവിതം. മഹാകാവ്യകാലങ്ങൾ തീർന്നല്ലോ, കാൽപ്പനിക വിലാപം പൊലിഞ്ഞല്ലോ. ഓ, എനിക്ക് ക്ലാരയെ അറിയാം. ഷൂസിന്റെ വള്ളി പൊട്ടിയ ദിവസമാണ് പിന്നീട് അവളുടെ കാലുകൾ കണ്ടത്. ഞാൻ ക്രീമുകളുടെ പേരുകൾ ഓർത്തു. ഓരോ വടുവിനും ഓരോ കമ്പനി വീതം. പക്ഷേ ക്ലാര നല്ലവളായിരുന്നു. വള്ളി പൊട്ടിയ ഷൂസിന്റെ ഇടയിൽ കൂടി തെളിഞ്ഞു കാണുന്ന പാദസരത്തിന്റെ നന്മ പോലെ അവളുടെ ആത്മഹത്യ പ്രകാശം വിതറുന്നു. കണ്ണുകൾ പോലെ, ബ്ലേഡിന്റെ മൂർച്ച പോലെ. മരിക്കാതെ ജനനം പൂർത്തിയാകില്ല, മരിച്ചാലും ജീവിതം പൂർത്തിയാകില്ല. ഒരു കോഴിമുട്ട മറ്റൊരു മുട്ടയ്ക്ക് വേണ്ടി കാണുന്ന സ്വപ്നമാണ് കോഴി. ഉണർച്ച കോഴിയെ പെട്ടിയിൽ അടയ്ക്കുന്നു. ശവമടക്കു കഴിഞ്ഞ് വികാരി അച്ഛൻ കണ്ണുകളടച്ച് വെറുതെ നിൽക്കുന്നു. നരകത്തിലേക്കുള്ള മുൻകൂർ അപേക്ഷ നിരസിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഉണ്ട്. തെറ്റിദ്ധാരണ വിയർക്കുന്നു. ആ ദൈവമോ അനേകം പ്രവാചകരുടെ സഹായത്തോടെ മരിക്കുന്നു, സസുഖം, അന്ത്യകൂദാശകൾ പോലും ഇല്ലാതെ. രോഗി ഡോക്ടർമാരാൽ എന്ന പോലെ. അപ്പൂപ്പന് അതൊന്നും അറിയില്ല. അപ്പൂപ്പന്മാർക്ക് പലതും അറിയില്ല. മരിച്ചു പോകുന്നവർ ഒന്നും അറിയാതെ മരിച്ചു പോകുന്നു. അറിവ് വന്നെത്തും മുൻപേ വൃദ്ധർ പേരക്കിടാങ്ങളുടെ ചിരി കണ്ട് സമാധാനപ്പെട്ട് കടന്നു പോകുന്നു. വിധിയോട് പൊരുതുമ്പോൾ വിഡ്ഢിയെ കൂട്ടുപിടിക്കുന്നു. നീന്തൽ പഠിക്കാൻ മുങ്ങിച്ചാകുന്നവരെ മുറുകെ പിടിക്കുന്നു. അവർ രക്ഷപ്പെടുന്നു. അപ്പോൾ മരണം എല്ലാവർക്കും രക്ഷയാകുന്നു. അവർക്കും. എൻ്റെ ചിരിയും അപ്പൂപ്പൻ കണ്ടിരുന്നു. മരിക്കുന്ന ചിരികൾ എവിടെ പോകുന്നു? നഖത്തിനിടയിൽ ആത്മഹത്യ സൂക്ഷിച്ച ക്ലാരയുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? 8. തലമുറകൾ. അപ്പൂപ്പന്റെ അർത്ഥം എന്താണ്? എനിക്കറിയില്ല. ഒരിക്കൽ ബ്രിട്ടീഷുകാരനായ വലിയ പാതിരി, ഞങ്ങളുടെ പള്ളിയിലെ തിരുശേഷിപ്പ്, അത് ഏതോ മദാമ്മ മുഖം തുടച്ച തുണിയുടെ കഷണം, ഇവിടെ നിന്ന് കടത്താൻ ശ്രമിച്ചപ്പോൾ സധീരം അതിനെ എതിർത്തു തോൽപ്പിച്ച വിശ്വാസി പോലുമായിരുന്നു അപ്പൂപ്പൻ. വിശ്വാസ തൊഴിലാളികൾ കിരീടം വയ്ക്കുന്ന മെത്രാനെ ഒക്കെ വാഴിച്ച കഥകൾ അദ്ദേഹം കേട്ടിരിക്കാം. ആ അപ്പൂപ്പന്റെ ചെറുമകൻ തോമസ് എല്ലാ കൂനിലും കുരിശ് കാണുന്നു, എല്ലാ കുരിശിലും കൂന് കാണുന്നു. കൂനൻ കുരിശിന്റെ കഥ ഓർക്കുന്നു. വാസ്തവം കൂനിൻ കുരിശു പോലെ ചായുന്നു. എന്റെ മകനാണെങ്കിൽ ചവിട്ടുനാടകം പോലെ ഒരു ക്രിസ്ത്യാനിയാണ്. കാറൽമാൻ ചരിതത്തിന്റെ പഴംപുരാണം വിഴുങ്ങി എന്നും പള്ളിയിൽ പോകുന്നു. വൈകിട്ട് തലയ്ക്ക് സ്വൈര്യം തരാതെ കൈകൊട്ടി പ്രാർത്ഥിക്കുന്നു, ധ്യാനം നടത്തുന്നു, സാക്ഷ്യം പറയുന്നു. പഠിക്കാൻ മനസ്സില്ല. മദ്യത്തിനു വേണ്ടതിനേക്കാൾ കൂടുതൽ പണം വേണം വിഡ്ഢിക്ക്, മെഴുകുതിരിക്ക്. അപ്പൻ്റേത് കള്ളക്കണക്ക് അവന് തോന്നുന്നു. തോന്നലുകളെ തിരി കത്തിച്ചു തീർക്കുന്നു. കള്ളു കുടിക്കരുത് എന്ന് എന്നും അപ്പനെ ഉപദേശിച്ച് നല്ല പിള്ള ചമയുന്നു. അവന്റെ ഒരു ഭാഗ്യം നോക്കണേ. അപ്പോഴൊക്കെ ഞാൻ അപ്പൂപ്പനെ ഓർക്കും. മകന്റെ ജീനുകളിലെ മുത്തപ്പൻ കളിയോർത്ത്
എൻ്റെ ജീനുകളുടെ കൂടെ കളി നടത്തും. പഴയ ഇറയത്തെ പലകയിലിരുന്ന് പഴംപുരാണങ്ങൾ പറഞ്ഞു രസിച്ച് ചാരായം മോന്തിക്കൊണ്ടിരുന്ന അപ്പൂപ്പന്റെയും അമ്മയുടെ അപ്പന്റെയും വൃദ്ധർ കളിയും മകന്റെ കുട്ടിക്കളിയും ഒരേ ദൈവശാസ്ത്രത്തിന്റെ അപാകതയും ദൈവവഴിയിലെ നിത്യങ്ങളായ കൈചൂണ്ടികളും ആണ് എന്നുകണ്ട് പെരുവിരൽ കടത്തി ചെവി തിരുക്കുമ്പോൾ മകൻ വർഗീസ് പറഞ്ഞു, അപ്പനൊരു ധ്യാനം കൂട്. ഒരാഴ്ച കൊണ്ട് കാലിലെ വേദന തീർത്തും മാറും. പൂർവപിതാക്കന്മാർ ചെയ്ത പാപമാണ് രോഗവും വേദനയും ആയി പുരളുന്നതെന്ന് കഴിഞ്ഞ ധ്യാനത്തിൽ ഞാൻ കണ്ടു. പേടിയോടെ മദ്യക്കുപ്പിയുടെ കഴുത്തിൽ പിടിച്ച് ഞാൻ അപ്പൂപ്പന്മാരെ ഓർത്തു. തോമയുടെ കയ്യക്ഷരം മങ്ങിയ പനയോല ഇങ്ങനെ വായിച്ചു: കൊയ്തടുക്കിയ കറ്റകൾക്കിടയിൽ വെച്ച് മറ്റാരും കാണാതെ നീ ചെയ്ത പാപം ഞാൻ കണ്ടു എന്നു നീ പറഞ്ഞു. അതെന്റെ ഒന്നാമത്തെ പ്രണയം ആയിരുന്നു. നെല്ലിമരത്തിനു താഴെ വെച്ച് നീ ആദ്യം വ്യഭിചരിച്ചത് ഞാൻ കണ്ടു എന്നു നീ പറഞ്ഞു. അതെന്റെ രണ്ടാമത്തെ പ്രണയം ആയിരുന്നു. കുതിരാലയത്തിൽ വീണുകിടന്ന് നിന്റെ പാപം താളം തുള്ളുന്നത് ഞാൻ കണ്ടു എന്നു നീ പറഞ്ഞു. അതെന്റെ മൂന്നാമത്തെ പ്രണയം ആയിരുന്നു. തൊഴുത്തിലെ വൈക്കോൽ വിരിപ്പിലും ചാണകം മെഴുകിയ ചെറിയ ഇടനാഴികളുടെ വിശുദ്ധികളിലും നിന്റെ പാപങ്ങൾ വിളയുന്നത് ഞാൻ കണ്ടു എന്നു നീ പറഞ്ഞു. അതൊക്കെയും സഞ്ചാരി എന്റെ പ്രണയങ്ങൾ ആയിരുന്നു. മരച്ചുവട്ടിൽ, ഇടനാഴികളിൽ, നിഴൽ തൊഴുത്തിൽ, കാട്ടുപാതയിൽ പൂർവപിതാക്കന്മാരുടെ ശാപങ്ങൾ ഏറ്റ് പാപത്തിന്റെ അറകളിൽ നിന്നെ ഞാൻ കണ്ടു എന്നു നീ പറഞ്ഞു. അതൊക്കെയും ദൈവമേ എന്റെ പ്രണയങ്ങൾ ആയിരുന്നു. എന്റെ ആകാശങ്ങളും പറക്കലുകളും ആയിരുന്നു. വിദൂഷകന്മാരുടെ പ്രവാചകന്മാർ പാപികളോട് വചനം പറയവേ, അനുഭവങ്ങളുടെ കടുത്ത രാത്രിയിൽ വിഡ്ഢിബോധങ്ങളും ജ്ഞാനങ്ങളും സിംഹാസനങ്ങളും ഇരുളിൽ ആണ്ടുപോകുന്നു. ഓടുന്ന കുതിരകളോടൊപ്പം എന്റെ പ്രണയം കിതച്ചു. കതിർച്ചാഞ്ഞ വയൽ വരമ്പിൽ നിൽക്കെ ഞാൻ ഒരു പ്രണയം മാത്രം ആയിരുന്നു. ഇതു പറഞ്ഞാൽ അവനു മനസ്സിലാകില്ല. കാട്ടുനെല്ലിക്കയുടെ കയ്പ് അവനറിയില്ല. വൈക്കോൽ കെട്ടിവെച്ചാൽ കൊടുങ്കാറ്റിനെ പേടിക്കണ്ട എന്ന പഴഞ്ചൊല്ലിൽ പിടിച്ച് സമാധാനത്തിൽ പുതുമ കാണുന്നവൻ സ്വന്തം ആമാശയത്തെ ഓർത്ത് അതിശയിക്കുന്നു. ഓരോ കൊതുകിനും അതുണ്ട് എന്നറിയാതെ. അവന് വിശ്വാസമേ ഉള്ളൂ, ബോധമില്ല. ഗുളികച്ചെപ്പുമേന്തി എവിടെയും ചെന്ന് ചികിത്സയ്ക്കു പണം വാങ്ങാതെ തകർന്ന ആ മുതുകല്ലുകളിൽ ഏതുതരം പാപം പുരളുവാനുണ്ട് എന്ന് വെറുതെ ഓർത്തുപോയി. അപ്പൂപ്പന്റെ അപ്പൻ വർക്കിയുടെ ചരിത്രവും എനിക്ക് നന്നായി അറിയാം. വർക്കിയുടെ അപ്പൂപ്പനെയും എനിക്ക് അറിയാം. അവന് കളമെഴുത്തും പാട്ടും തൊഴിൽ. ഇന്ന് എഞ്ചിനീയറുടെ കാര്യാലയമായ പഴയ കോട്ടയുടെ പടിഞ്ഞാറു ഭാഗത്ത് അന്ന് ഒരു കാവ് ഉണ്ടായിരുന്നു. കാവാകും മുൻപ് അവിടം കാൽനടക്കാർ വിശ്രമിക്കുകയും പൊതിച്ചോറുണ്ണുകയും ചെയ്ത തണൽ ചുവടായിരുന്നു. അനേകം നാഗരിക വർത്തമാനങ്ങൾ അവിടെ തമ്മിൽ ഇഴചേർന്നു പിരിഞ്ഞു, അകന്നു. പടയോട്ടങ്ങളുടെ നിഴലുകൾ വീണു പേടിച്ച് ഇരുണ്ടുപോയ വിശ്രമത്താവളം കാവ് ആയതിനു ശേഷം ആദ്യം മുതൽ അവൻ കളമെഴുത്തും പാട്ടും നടത്തുന്നു. ഏറ്റവും നല്ല ഓണോട്ടൻ നെല്ലു ശേഖരിച്ച് അരിപ്പൊടി ഉണ്ടാക്കുന്നു. മഞ്ഞൾപ്പൊടിക്ക് വയനാടൻ മഞ്ഞൾ ഒരുക്കി വയ്ക്കുന്നു. മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത് ചുമപ്പുണ്ടാക്കുമ്പോൾ പ്രാക്തന
നർത്തനമായ ഒരു കുരുതി അവൻ സ്വദിച്ചു. വെയിൽ കനക്കുമ്പോൾ വാകയില ഉണക്കി പൊടിച്ചു വെച്ചു. ഉമിക്കരിയിടാൻ ചുരയ്ക്ക തുരന്ന് കുടം ഉണ്ടാക്കി. അവൻ എഴുതിയ കളങ്ങളിൽ ഭദ്രകാളി കലിയുഗ സാന്നിധ്യം ആടി. പാട്ടുകളിൽ ദംഷ്ട്രകൾ നീണ്ടുവളഞ്ഞു. നാവിൽ നിന്നും കുരുതിയിട്ടു. കളങ്ങൾ കബന്ധം നിറഞ്ഞ പടനിലം പോലെ അവന്റെ ക്ഷീണിച്ച ശരീരത്തെ ഏറ്റുവാങ്ങി. അപ്പോൾ കഴകക്കാർ പാള മുറിച്ച് അവനെ വീശി. 4 വയസ്സായ ശ്രീനിവാസൻ കളത്തിനു പുറത്തിരുന്ന് അതു കണ്ടു. അവന്റെ അച്ഛന് അന്ന് 36. എല്ലാവരും ജഗന്നാഥൻ എന്ന് വിളിച്ചു. അവന്റെ അമ്മയ്ക്ക് അന്ന് 30. എല്ലാവരും കനകലക്ഷ്മി എന്ന് വിളിച്ചു. ജഗന്നാഥൻ കൊങ്കൺ റെയിൽവേ പോലും ഇന്നും ചെന്നു നോക്കിയിട്ടില്ലാത്ത ഒരു ചെറിയ കൊങ്കണി ഗ്രാമത്തിൽ ജനിച്ചു. അവന്റെ അച്ഛൻ ഗൗള ഗ്രാമക്കാരൻ. കൊട്ടാരത്തിലെ ജ്യോതിഷി നക്ഷത്രഗതികളിൽ പടയോട്ടങ്ങൾ കണ്ടു ഭയന്ന് രാജാവിനോട് ചോദിച്ചു, രാജൻ, വിപത്തിന്റെ നാളുകൾ വന്നെടുക്കുന്നു, നാം എന്തു ചെയ്യും? വെട്ടുക്കിളിപ്പറ്റങ്ങൾ പോലെ വിരുദ്ധ വിശ്വാസങ്ങൾ നമ്മുടെ പൈതൃകത്തെ ആക്രമിക്കും. നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും നാം എങ്ങനെ കാത്തുരക്ഷിക്കും? രാജാവ് പറഞ്ഞു, ദൈവങ്ങൾ അവരെ സ്വയം കാത്തുകൊള്ളും. അധിനിവേശത്തിന്റെ അക്ഷരമാലകൾ അണിഞ്ഞാണ് സംസ്കാരങ്ങൾ വിവാഹം കൊണ്ടാടുന്നത്. നമ്മളും ഈ ആഘോഷത്തിൽ പങ്കാളികളാകും. പക്ഷേ അധികാരക്കൊതി തീണ്ടാത്ത ഗ്രാമീണർ സ്വയം കാത്തുരക്ഷിക്കാൻ അവസാനമില്ലാത്ത പലായനം തുടങ്ങുന്നു. വേദേതിഹാസ പുരാണങ്ങളെല്ലാം നെഞ്ചത്തടുക്കി അവയും പലായന ഗാഥകളാണ് എന്നറിയാതെ അതേവരെ കാത്തുരക്ഷിച്ച ദൈവങ്ങളിൽ ആശ്രയിച്ച് വിശ്വാസത്തിന്റെ രക്ഷയ്ക്ക് ഋഷിഭൂമിയുടെ പടിഞ്ഞാറൻ അതിരിലൂടെ അഭയാർത്ഥികളുടെ പ്രവാഹം നീങ്ങുന്നു. ജഗന്നാഥന് അപ്പോൾ 32, കനകലക്ഷ്മിക്ക് 26. അവരുടെ ഒക്കത്തുനിന്ന് ഒക്കത്തേക്ക് മാറി മാറി 2 വയസ്സായ ശ്രീനിവാസൻ സഞ്ചരിച്ചു. അനേകം മലനിരകൾ, കൃഷിയിടങ്ങൾ, കുടിയിടങ്ങൾ, മുളച്ചങ്ങാടങ്ങളിൽ തുഴഞ്ഞു നീങ്ങിയ കടവുകൾ, ഇടുങ്ങിയ നാട്ടുപാതകൾ, മലകളും ചുരങ്ങളും അനവധി താണ്ടി അവർ കണ്ണാടിപ്പുഴയിൽ എത്തുന്നു. എല്ലാവരും കാലത്തെക്കുറിച്ച് പറയുന്നു. കാലത്തിൽ പൊങ്ങിക്കിടക്കുന്നു, ഒഴുകുന്നു. ഭാഷയുടെ ഫലിത താളങ്ങൾ അവരെ നാട്ടുകാർക്കു പ്രിയങ്കരർ ആക്കി. കരം ഒഴിവായി കിട്ടിയ പാടശേഖരങ്ങളിൽ അവർ വിത്തിറക്കുന്നു. നല്ലവണ്ണം വിളയുന്നു. വിശ്വാസവും വിളഞ്ഞുലയുന്നു. കുറെ കുടുംബങ്ങൾ അയൽപ്പക്കങ്ങളോട് പറയൽ തുടർന്നു, ദക്ഷിണാമൂർത്തി കാത്തു. ദക്ഷിണാമൂർത്തി ആരെയും കാക്കുന്നില്ല, അതറിയാവുന്നവർ ഇല്ലല്ലോ. അവർ പറഞ്ഞു, ഇവിടെ നമ്മുടെ വിശ്വാസം സുരക്ഷിതം. ഒരു കൈകൊണ്ട് 2 തവളകളെ ഒപ്പം പിടിക്കാം എന്ന വിഡ്ഢിത്ത കൃതി. അപ്പം എന്നു കരുതി കല്ലിൽ കടിച്ച് നാട്ടുകാരോടൊപ്പം അവർ നൃത്തോത്സവങ്ങൾ കൊണ്ടാടി. അവരും നാട്ടുകാരായി അരങ്ങിൽ ഏറി. അങ്ങനെ അങ്ങനെ ഒരിക്കൽ ശ്രീനിവാസൻ എന്ന എൻ്റെ മുതുമുത്തപ്പൻ തൻ്റെ വാർദ്ധക്യത്തിൽ കളമെഴുത്തും പാട്ടും നിർത്തി. ദക്ഷിണാമൂർത്തി കളവിലിറങ്ങി കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തല തുവർത്തി പാരമ്പര്യം തുടച്ചു കളഞ്ഞ് ക്രിസ്തുമതത്തിൽ ചേർന്നു. അടുത്ത പള്ളിയിൽ നിന്നും വെഞ്ചരിച്ചു കൊണ്ടുവന്ന വെളിച്ചെണ്ണ പുരട്ടി കാലുവേദന മാറി എന്നതായിരുന്നു കാരണം. അതിൻ്റെ വിശദാംശങ്ങൾ, കൃത്യങ്ങളെങ്കിലും അനാവശ്യമെന്ന് ഇന്നെനിക്ക് അറിയാം. ആ അറിവുകളുടെ പുതപ്പ് മൂടിയാണ് ഞാൻ വിശ്വാസത്തിൻ്റെ മരണങ്ങളെ ചെറുത്തു നിൽക്കുന്നത്. എൻ്റെ മകൻ ഒരു വിഡ്ഢിത്തത്തെ വിശ്വാസം ആയി കൊണ്ടാടി തുള്ളൽക്കാരൻ ആകുന്നത് കാണുമ്പോൾ
അവൻ ഏതൊന്നിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് ആണോ വെളിപാട് കൊള്ളുന്നത്, അതിനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി പിറന്നു വളർന്ന മണ്ണു വെടിഞ്ഞ് കണ്ണീരോടെ ഇറങ്ങിയ അവന്റെ മുതുമുത്തപ്പന്മാരെ ഞാൻ ഓർക്കുന്നു. അവരുടെ വിഡ്ഢിത്തത്തിന്റെ വേരുകൾ കഷായം വെച്ചു കുടിക്കുന്നു. ആ ചികിത്സകളൊന്നും മകന് അറിഞ്ഞുകൂടാ. പനിക്കുമ്പോൾ കുറെ പാരാസെറ്റാമോൾ വിഴുങ്ങി കുറച്ചു വെള്ളം കുടിക്കുന്നു. പുതിയ രോഗത്തെ വില കൊടുത്തു വാങ്ങുന്നു. അവന്റെ വിഡ്ഢിത്തം ഇന്ന് എൻ്റെ രക്ഷാകര പ്രതീക്ഷകളെ മലിനമാക്കുന്നു. പ്രവാചകന്റെ ജനനത്തിനു മുൻപേ മക്കയിൽ പോയ പെരുമാക്കൾ കഥകൾ ഇന്ന് എന്നെ തകർത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ തകരാൻ സന്നദ്ധനല്ല. എന്നാൽ എന്തു ചെയ്യാം? എൻ്റെ മകന്റെ വിഡ്ഢിത്തങ്ങൾക്ക് സ്തുതി പാടുന്ന പത്രങ്ങളാൽ കച്ചവടശാലകൾ നിറഞ്ഞു കവിയുന്നു. ബലരാമന്റെ പലചരക്കു കട മുഴുവനും അതാണ്. ദൈവമേ, അവസാനിക്കാത്ത ദാഹങ്ങളുടെ ഏറ്റവും അഗാധമായ ഉറവേ, വേണ്ട. ചരിത്രത്തിൽ കൂടി നടക്കുമ്പോൾ നിന്റെ വെളിച്ചം എനിക്ക് ആവശ്യമില്ല. മാംസം രുചിക്കുകയുമില്ല. വെളിച്ചം പോലെ വിരിയുന്ന ചരിത്രത്തിന്റെ പിന്നാമ്പുറത്ത് പാപബോധങ്ങൾ അസ്തമിക്കുന്ന ചതുപ്പുകളിൽ ഞാൻ നിന്നെ കണ്ടുകൊള്ളാം. ചിലമ്പും വാളും ഒരുക്കേണ്ടതേയില്ല. നിന്റെ ഫലിതങ്ങൾ സഫലമാകട്ടെ. സാഹചര്യദോഷം കൊണ്ട് ഇപ്പോൾ എന്താണ് നിന്റെ അർത്ഥം? ചരിത്രപടത്തിൽ വർണ്ണലീല നെയ്യുന്ന ദൈവരഹിതമായ ചരിത്രശാസ്ത്രത്തെ ഞാൻ തിരയുന്നു. എന്താണ് അത്? എൻ്റെ തിരച്ചിലിൻ്റെ അർത്ഥം എന്താണ്? ഒൻപത്. പെരുന്നാൾ. പണ്ട് മുതലേ തന്നെ കണ്ണാടിപ്പുഴയിലെ പെരുന്നാൾ ആഘോഷം ഗംഭീരമായിരുന്നു, ഘോരവും. ഭക്ത്യാദരപൂർവം ദൂരെ നിന്നുപോലും വിശ്വാസം തലയിൽ ഏന്തിയ കച്ചവടക്കാർ എത്തിക്കൊണ്ടിരുന്നു. ചുമടെടുത്ത് വിശ്വാസികളും വന്നിരുന്നു. എന്തിനധികം കൊടികയറ്റത്തിനു പോലും തകർപ്പൻ വെടിക്കെട്ടുണ്ടായിരുന്നു. പണ്ട് ഒരു പെരുന്നാൾ കുർബാന. തോമസ് അന്ന് തോറ്റു പഠിക്കുന്നു. ആബാലവൃദ്ധം പള്ളിയകത്ത് തിങ്ങിക്കൂടി. ദൈവത്തിന്റെ അപരാധം പുറത്തുകൊണ്ട് ധീരത ഘോഷിക്കുന്ന ഭയാതുര ജന്മങ്ങൾ. ചോദ്യങ്ങളിൽ ഉറക്കം തൂങ്ങുന്നവർ, ഉത്തരങ്ങളിൽ ഉണർന്ന് ഇരിക്കുന്നവർ. ഒന്നും അറിയാത്ത ബാല്യങ്ങൾ, മണ്ടത്തരത്തിന്റെ യൗവനങ്ങൾ, ആത്മപീഠകളുടെ പ്രായപൂർത്തികൾ, പശ്ചാത്താപത്തിന്റെ വാർദ്ധക്യങ്ങൾ, തീയും ഗന്ധകവും തിന്നുന്ന പ്രാചീന നക്ഷത്രങ്ങളുടെ പുത്തൻ ഉടമ്പടികൾ. തുള്ളി ആടുന്നവർ, പമ്പരം ചുറ്റുന്നവർ. വെടിയിറച്ചി തിന്നുകൊഴുത്ത ഒരു പൈലിച്ചേട്ടൻ ചിന്തിക്കുന്നു, ദൈവമേ, ഈ കുർബാന വളരെ നല്ലതാ. കുറെ പ്രാവശ്യം മുട്ടുകുത്തുകയും എണീക്കയും ഇരിക്കയും കൈകൂപ്പുകയും ഒക്കെ ആവർത്തിച്ചു ചെയ്യുമ്പോൾ നല്ല വ്യായാമമൊക്കെ കിട്ടും. കുട്ടികൾ പിന്നെ NCCയിൽ ചേരേണ്ടി വരില്ല. സൽചിന്തകളെ മുറിവേൽപ്പിച്ചുകൊണ്ട് മുന്നിലിരുന്ന ഒരു കാരണവർ ഭക്തിയിൽ ഉച്ചത്തിൽ ഏമ്പക്കം വിട്ടു. പൈലിച്ചേട്ടന്റെ ചിന്തകൾ തുടർന്നു. ഈ മുടിഞ്ഞവന്മാർക്കൊക്കെ ഇത് വെടിക്കെട്ടിന്റെ നേരത്തായിക്കൂടെ? ഞാൻ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവരെ പറഞ്ഞിട്ടെന്തിനാ? മൂത്ത പോത്തിറച്ചി ദഹിപ്പിക്കാനാകാതെ ആമാശയത്തിന്റെ വ്യഥകൾ ആവിഷ്കാരം കാണുകയാവാം. പ്രകൃതി ചികിത്സ അറിയാത്ത വിഡ്ഢികൾ. അരികിലിരുന്ന ഒരു പൂവാലൻ ഇടതുവശത്തെ പെൺനിരയിലേക്ക് നോക്കി അളിഞ്ഞ ഒരു ചിരി ചിരിച്ചു. അത് പൈലിച്ചേട്ടന് ഒട്ടും ഇഷ്ടമായില്ല. ഇവന്റെയൊക്കെ ഭാവം ഈ ചിരി ഇറക്കുമതിയാണ് എന്ന. ഈ ഞാൻ തന്നെ എത്രമാത്രം ചിരികളാ എറിഞ്ഞു വിട്ടത്. അവസാനം എന്നാ പറ്റി? താണ്ടമ്മയെ തന്നെ കെട്ടേണ്ടി വന്നു.
തല നിറച്ചു പേനും പേറി അവൾ നിരന്തരം മാന്തിക്കൊണ്ടേയിരിക്കുന്നു. തല്ലാൻ പേനരിക്കുന്ന ഭാര്യയെങ്കിലും ഇല്ലാത്ത ജീവിതം സ്വർഗത്തിലും വിരസമാകില്ലേ ദൈവമേ? സ്വർഗത്തിന്റെ കഴുക്കോലെണ്ണുന്ന പൈലിച്ചേട്ടന്റെ ചിന്തകളോടൊപ്പം കുർബാന കഴിഞ്ഞു. വലിയ പ്രദക്ഷിണം തുടങ്ങി. മഴ പെയ്യുമോ എന്ന പേടിയിൽ വിശ്വാസശാസ്ത്രം തണുത്തു ചൂളുമ്പോൾ അന്തോണി തോമസിനോട് ചോദിച്ചു, എടാ, ആനയുടെ സാരി കണ്ടോ? ചില്ലുമാതിരി. സുവോളജി ലാബിൽ തുണി ഉടുക്കാത്ത കൊച്ച് വെൺഭരണിയിൽ ഇരിക്കും പോലെ. തോമസും അത് കണ്ണെടുക്കാതെ കാണുകയായിരുന്നു. എല്ലാ മാന്യതയും സ്പിരിറ്റിൽ സൂക്ഷിച്ച് അവൻ പറഞ്ഞു, ദേ, ആനിയെക്കുറിച്ച് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. എനിക്ക് അവളോട് പ്രേമമാ. ശരിയായിരുന്നു. അക്കാലത്ത് കാണാൻ കൊള്ളാവുന്ന എല്ലാ പെണ്ണുങ്ങളോടും അവന് പ്രേമമായിരുന്നു. എന്നാൽ അവർ ആരും അതറിഞ്ഞില്ല. ഭാഗ്യം. ഓരോരുത്തനും അവന്റെ വീതം ഭാഗ്യമുണ്ട്. അന്തോണി ചോദിച്ചു, അതെന്താടാ സാധനം? ടിക്കറ്റ് എടുക്കേണ്ടതില്ലാത്ത വല്ല എക്സിബിഷനുമാണോ? നിനക്കൊന്നും മനസ്സിലാകില്ലടാ. എന്റെ ഹൃദയത്തിന്റെ രോമാഞ്ചമാണ് അവൾ. ഓ, നിനക്ക് ഹൃദയത്തിലും രോമമുണ്ടല്ലോ. സൗന്ദര്യബോധം നിറഞ്ഞ ചെണ്ടക്കാരോടൊപ്പം പ്രദക്ഷിണം പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങി. എടി, അവന്റെ ഒരു നോട്ടം കണ്ടോ? ഊറ്റി കുടിക്കണ പോലെയാ, ഓന്ത്. അതിന് നീ അങ്ങോട്ട് നോക്കണ്ട. ഒന്ന് പോടി. എന്റെ ഗോപിച്ചേട്ടൻ ഇതുപോലൊന്നുമല്ല. നോട്ടം കാണണം. എന്ത് സ്നേഹ. ജാതി വേറെയാണെങ്കിലും ആള് നല്ല ആദർശമുള്ളവനാ. അപ്പൊ അപ്പൻ സമ്മതിക്കോടി? അപ്പന്മാരൊക്കെ പിന്തിരിപ്പാടി. ഞങ്ങൾ രജിസ്റ്റർ ചെയ്യേയുള്ളൂ. അപ്പൊ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഒന്ന് തരണോട്ടോടി. എന്തിനാ? ഞങ്ങളുടെ കാറിന്റെ പുറകേല് വെക്കാൻ. സർവമത സമ്മേളനത്തിന്റെ ഇടയ്ക്ക് നീതിസാരം രക്തസാക്ഷിയാകുന്നു. ചെണ്ടക്കാലം നിന്നു പോകുന്നു. ഓ, പ്രദക്ഷിണം കഴിഞ്ഞതായിരുന്നു. അച്ഛൻ പ്രസംഗം തുടങ്ങുന്നു. കൊടിയേറ്റം ഒരു വിശുദ്ധ കർമ്മം ആണ്. നമ്മുടെ ദൈവശാസ്ത്രമാണ് ഉയരുന്നത്. കൊടികയറ്റം കഴിയും വരെ ആരും പീപ്പി വിളിക്കുകയോ വളിവിടുകയോ വെടിപൊട്ടിക്കുകയോ ഒന്നും ചെയ്തേക്കരുത്. കൊടികയറ്റം കഴിഞ്ഞ് എന്തു കോപ്പ് വേണേലും ആയിക്കോ. കയ്യിലുള്ള കോപ്പൊക്കെ ഒരുക്കി പണ്ട് ഒരു അപ്പനും മകനും കാട്ടിൽ പതിയിരുന്നു. അപ്പൻ ക്രിസ്ത്യാനി, മകൻ കമ്മ്യൂണിസ്റ്റ്. മകൻ ക്രിസ്ത്യാനി, അപ്പൻ കമ്മ്യൂണിസ്റ്റ്. ലോകത്തെ രണ്ടായി പകുക്കുന്ന പിരിയൻ കോവണി പോലെ അവർക്കുള്ളിൽ ആത്മബോധം നിലയിറങ്ങി നിന്നു. പ്ലീനത്തിന്റെ ചുവന്ന കൊടിക്ക് അപ്പുറം സിനഡിന്റെ പുഹ പൊങ്ങുന്നു. വഴിപോക്കന്റെ കഴുത്തിൽ ഇരുമ്പ് അരിവാൾ കൊണ്ട് കൊത്തിവലിച്ച് കണ്ണെറിഞ്ഞ് പരിശോധന കഴിഞ്ഞ് മകൻ പറഞ്ഞു, അപ്പാ, 8 കാശും 1 റാത്തൽ പശുവിറച്ചിയും. അപ്പൻ പറഞ്ഞു, മോനെ, ഇറച്ചികളാ. ഇന്ന് വെള്ളി. ഇറച്ചി തീറ്റ പാപം. ആചാരങ്ങളുടെ താളമാണ് പുണ്യം. വിഡ്ഢികളുടെ വിശ്വാസക്കെണിയാണ് പുണ്യം. പുണ്യം പോലെ കൊടികയറ്റം പാറുന്നു. പഴയ ഒരു പ്രേമനൈരാശ്യഗാന പശ്ചാത്തലത്തിൽ പതുക്കെ പതുക്കെ ബാൻഡിൽ മേളം മുറുക്കം കൊള്ളുന്നു. ആനന്ദവേളയിൽ സുന്ദരി ഒരുങ്ങി വരൂ എന്ന് ഔസേപ്പ് പിതാവ് പാടുന്നതായി ബാൻഡുകാർ സംഗീതത്തിൽ അഭിനയിക്കുന്നു. വ്യാകുലമാതാവ് വരുന്നില്ല എങ്കിലും പോർച്ചുഗീസുകാരുടെ വരവ് പോലെ കത്തോലിക്ക വിശ്വാസം പുളകം ചൂടുന്നു. വെടിയിറച്ചിയിൽ അധിനിവേശം നുണഞ്ഞ് പൈലിച്ചേട്ടൻ താളത്തിൽ ഓർത്തു, ഗാന്ധി എന്താക്കി? ഇന്ത്യ മാന്തിപ്പുണ്ടാക്കി. മുദ്രാവാചകങ്ങളുടെ താറുടുത്ത് വൈദികരും സന്യാസിനികളും തെരുവിൽ ഇറങ്ങിപ്പുളഞ്ഞ കാലങ്ങളുടെ പ്രേക്ഷിത രോഗം സ്വാതന്ത്ര്യപ്രാപ്തിയിൽ രഹസ്യവാറ്റുകേന്ദ്രം തുറക്കുന്നു.
ശോകസങ്കുലമായ അന്തരീക്ഷത്തിൽ ചെണ്ടമേളം എന്തോ കലമ്പി നിൽക്കുന്നു. ബാൻഡിൽ ജീവിത നൗക എന്ന പഞ്ചാക്ഷരി തുഴഞ്ഞു തുഴഞ്ഞു മുങ്ങിപ്പോകുന്നു. ഓ, കൊടിത്തകൃതി കഴിയുന്നു. ഗാന്ധി ശിഷ്യന്മാരാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ത്രിവർണ സാരി അലക്കു കമ്പനിയുടെ പരസ്യത്തിൽ പുണ്യം പോലെ നിറം ചൂടുന്നു. വെടിക്കെട്ടു തുടങ്ങുന്നു. പടക്കവും കതിനയും ഒന്നിച്ച് അമർന്നു. തോമസ് ചോദിച്ചു, അന്തോണി, ഇത് എന്തുമാതിരി കതിന? അടിപൊളിഞ്ഞ് സെമിത്തേരിക്കാർ ഓടുമല്ലോ. അന്തോണി പറഞ്ഞു, ഓ, ഇതെന്ത് കതിന? പണ്ടത്തെ കതിനയാണ് കതിന. പെട്ടെന്ന് ഉച്ചഭാഷിണി ഭക്ഷണം കഴിഞ്ഞ് മുറുക്കിത്തുപ്പി വർണ്ണാഭമായി. തിരുനാൾ മഹാമഹം, ശ്രദ്ധിക്കുവിൻ. 8 മണിക്ക് ശേഷം പള്ളിയങ്കണത്തിൽ കെട്ടി ഉയർത്തി ഒരുക്കിയ വേദിയിൽ പിഞ്ചോമനകൾ അഭിനയിക്കുന്ന സാമൂഹിക നൃത്തസംഗീത നാടകവും കാറൽമാൻ ചരിതം ബാലയും. ഇതൊക്കെ വളരെ പഴയ കാലങ്ങൾ, പഴയ കാലങ്ങളുടെ ഭംഗികൾ, അത്തള പിത്തള തവളാച്ചികൾ. തീരങ്ങളുടെ രോമകൂപങ്ങളിൽ പുല്ലുകൾ മണ്ണൊലിപ്പ് തടയുന്ന സാമൂഹ്യപാഠ ഗണിതങ്ങൾ. പണ്ടൊക്കെ സാമൂഹ്യപാഠം തന്നെ ഭൂമിശാസ്ത്രം. മണിമരുതും പൊന്നിലഞ്ഞിയും തളിർക്കുന്നു. വനം സംഘഗാനം ആലപിക്കുന്നു. ദൈവശാസ്ത്രം പെരുന്നാൾ ആഘോഷിക്കുന്നു. മനുഷ്യൻ പാടുപെടുന്നു. ദൈവത്തിന് രുചി അറിയില്ല. ചരിത്രപുസ്തകങ്ങളിൽ കണ്ണാടിപ്പുഴയുടെ തീരങ്ങൾ ദൈവബോധ പെരുന്നാളുകളാൽ അങ്കിതമായിരുന്നു. അനേകം പെരുന്നാളുകൾക്കു ശേഷവും എൻ്റെ നെഞ്ചിൽ തീ ഉണ്ട്. മലമുഴക്കി പക്ഷി ഉണ്ട്. മഴ ഉണ്ട്. കഞ്ചാവ് തോട്ടങ്ങൾക്ക് തീ പിടിക്കുമ്പോൾ ലഹരി കൊള്ളുന്ന ബുദ്ധിയുണ്ട്. അതു പാപമാണ് എന്ന് സർക്കാർ. എൻ്റെ നെഞ്ചിൽ ഒരു സർക്കാർ ഉണ്ട്. അതിന് ആവശ്യത്തിന് നിയമങ്ങളുണ്ട്. ആഘോഷത്തിന് പെരുന്നാളും ഉണ്ട്. വെട്ടിത്തിന്നാൻ ജനാധിപത്യ പോർക്ക് ഉണ്ട്. സർക്കാരിന് പോർക്കിനോട് അലർജിയുണ്ട്.